Hello, hi. Okay, so welcome to day 3 of our marathon section. അപ്പോൾ ലാസ്റ്റ് ഡേയ്സ് നമ്മൾ മെയിൻലി കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഡിസ്കസ് ചെയ്തായിരുന്നു വിത്ത് റെസ്പെക്ട് ടു SBR. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IFRS 2 വിച്ച് ഈസ് ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ്, അതേപോലെ തന്നെ IAS 19 എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ്. അപ്പോൾ ഇത് രണ്ടും തന്നെ, ഈ രണ്ട് സ്റ്റാൻഡേർഡ്സും നമുക്കറിയാം ഒരു SBR പെർസ്പെക്റ്റീവിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ച സ്റ്റാൻഡേർഡാണ്. ബിക്കോസ് FRലൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ലാത്ത രണ്ട് സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലേ. സോ ദ സ്ക്രീൻ ഈസ് വിസിബിൾ ഫോർ എവരി വൺ. സ്ക്രീനും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണല്ലോ. യു ക്യാൻ സീ ദ എക്സെൽസ് നോ. ഈ ഒരു ഫോണ്ട് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്യാൻ യു ജസ്റ്റ് റിപ്ലൈ ഇൻ ദ ചാറ്റ്? പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് IFRS 2 പഠിക്കുന്നത് നമുക്ക് IAS 19 ഒന്നും ചെയ്യാം. കാരണം അതിൽ നിന്ന് തന്നെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വന്നിരിക്കുന്നത് IFRS 2 വരുന്നത്. സോ IAS 19 മെയിൻലി ഡീൽസ് വിത്ത് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ്. അപ്പോൾ നോർമലി എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് നമ്മൾ പല രീതിയിലുള്ള ബെനിഫിറ്റ്സ് കൊടുക്കാറുണ്ട് അല്ലേ. വി യൂസ് ടു ഗിവ് ഡിഫറെൻറ്റ് ബെനിഫിറ്റ്സ് ടു എംപ്ലോയീസ്. ആ ബെനിഫിറ്റ്സ് ദാറ്റ് ഇൻക്ലൂഡ് അത് സാലറി ആവാം, ഓക്കെ, നമ്മൾ പെൻഷൻ കൊടുക്കുന്നതാവാം, ബോണസ് കൊടുക്കുന്നതാവാം, ഓർ എനി സോർട്ട് ഓഫ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നതായിരിക്കാം. ഇതെല്ലാം ആക്ച്വലി എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ IAS 19 മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് ആണ്. എന്താണ് പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്? പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി അവിടെ വരുന്ന ഐറ്റം എന്താ? ഈ പറയുന്ന പെൻഷന് പോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എംപ്ലോയി റിട്ടയർ ആയതിനു ശേഷം നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റ്സിനാണെന്ന് പറയുന്നത് പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്. അപ്പോൾ അതിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യണം എന്നുള്ളതാണ് മെയിൻലി SBR ചോദിക്കുന്നുണ്ടാവുക. സോ ഇത് ഹയർ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിനൊരു ബേസിക് കൺസെപ്റ്റാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു IFRS 15 ചോദിക്കുന്ന ആ ലെവലിലോ അല്ലെങ്കിൽ ഒരു IAS 38 ഒക്കെ ചോദിക്കുന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എന്ത് ചോദിക്കാറില്ല, IAS 19 ഓർ IFRS 2 ചോദിക്കാറില്ല. അപ്പോൾ ബേസിക് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പോൾ പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ മെയിൻലി വരുന്നൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിട്ടയർ ആയതിനു ശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഈ പെൻഷൻ പേ ചെയ്യുന്നത്. ദ പെൻഷൻ ഈസ് ഗെറ്റിംഗ് പെയ്ഡ് ആഫ്റ്റർ ദ റിട്ടയർമെൻറ്റ്. ഓക്കെ, അപ്പോൾ വി നോ ദാറ്റ് ദ ഫ്യൂച്ചറിലാണ് ഈ പറയുന്ന പെൻഷൻ പേയ്മെൻറ്റ് കമ്പനി പേ ചെയ്യുന്നത്. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഫ്യൂച്ചറിലാണ് നമ്മൾ ഈ പറയുന്ന പെൻഷൻ പേയ്മെൻറ്റ്സ് കൊടുക്കുന്നത്. ഓക്കെ, എംപ്ലോയീസിന് കൊടുക്കുന്നത്. പക്ഷേ എംപ്ലോയീസ് നമുക്ക് വർക്ക് ചെയ്യുന്ന അവർ നമുക്ക് തരുന്ന സർവീസ് പീരീഡ് എന്ന് പറയുന്നത് മേ ബി ഒരു ഏജ് 25 to 60 ഒക്കെ ആയിരിക്കും. ഓക്കെ, സോ നൗ ദ ക്വസ്റ്റൻ ഈസ് ആഫ്റ്റർ 60, ആഫ്റ്റർ റിട്ടയർമെൻ്റ് ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, പെൻഷൻ പേ ചെയ്യുന്നത്. കമ്പനി പേയ്മെൻറ്റ് കൊടുക്കുന്ന അപ്പോഴാണ്. പക്ഷേ ഈ പറയുന്ന പേയ്മെൻറ്റിൻ്റെ ആ ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്ന ഫ്യൂച്ചറിലാണെങ്കിലും ദ ക്വസ്റ്റൻ ഈസ് കമ്പനി ഷുഡ് അക്കൗണ്ട് ഫോർ ഇറ്റ് ആസ് എൻ എക്സ്പെൻസ്. കമ്പനിക്ക് അവരുടെ എക്സ്പെൻസ് കാണിക്കണം. ആ എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടത് എപ്പോഴാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ വിൽ യു അക്കൗണ്ട് ഫോർ ഇറ്റ് ആസ് എൻ എക്സ്പെൻസ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് സർവീസ്? അവർ നമുക്ക് തരുന്ന സർവീസ് തരുന്ന ആ പീരീഡിൽ വേണോ നമ്മൾ എക്സ്പെൻസ് കാണിക്കാൻ, അതോ ആഫ്റ്റർ ദ റിട്ടയർമെൻറ്റ് വേണോ എക്സ്പെൻസ് കാണിക്കാൻ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ. സോ ഇറ്റ് ഈസ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ അവർ ക്ലാസ്. ഒന്ന് പറഞ്ഞേ, അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഇത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടേ? പേയ്മെൻറ്റ് കൊടുക്കുന്ന പെൻഷൻ പേയ്മെൻറ്റ് റിട്ടയർമെൻറ്റിന് ശേഷം കൊടുക്കുന്നത് ആ സമയത്താണോ എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ എംപ്ലോയീസ് നമുക്ക് സർവീസ് തരുന്ന സമയത്താണോ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടത്? ഒന്ന് ചാറ്റിലൊന്ന് പറഞ്ഞേ. വെൻ യു ആർ ഗോയിങ് ടു ഷോ ഇറ്റ് ആസ് എൻ എക്സ്പെൻസ്, അതിനൊരു എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ക്യാൻ യു റിപ്ലൈ ഇൻ ദ ചാറ്റ്? പെൻഷൻ്റെ എക്സ്പെൻസ് നമ്മൾ കാണിക്കേണ്ടത് യെസ്, വി ഷുഡ് അക്കൗണ്ട് ഇറ്റ് ആസ് എൻ എക്സ്പെൻസ് ഡ്യൂറിങ് ദ പീരീഡ് അല്ലേ. കാരണം എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ആ കിട്ടുന്ന സർവീസിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യുന്നത് എപ്പോഴാണ്? എംപ്ലോയീസ് നമുക്ക് തരുന്ന സർവീസിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് ഡ്യൂറിങ് ദ സർവീസ് പീരീഡ് ആണ്. അപ്പോൾ ഈ പെൻഷൻ്റെ എക്സ്പെൻസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എപ്പോഴായിരിക്കണം? ആ പെൻഷൻ്റെ എക്സ്പെൻസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടതും ഡ്യൂറിങ് ദ സർവീസ് പീരീഡ് ആയിരിക്കണം. ബേസിക്കലി നമ്മുടെ മാച്ചിങ് കൺസെപ്റ്റ് അതാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബെനിഫിറ്റ്സ് കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയീസ് നമുക്ക് തരുന്ന സർവീസിൻ്റെ ബെനിഫിറ്റ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് ഡ്യൂറിങ് ദ സർവീസ് പീരീഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് നമ്മൾ കാണിക്കേണ്ടത് എപ്പോഴായിരിക്കണം? It should be during the service period. Okay, fine. Now എപ്പോഴാണ് അക്കൗണ്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. Now how will you account for it എന്നുള്ളതാണ്, ഈ പെൻഷൻ സ്കീമിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ആദ്യം ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ, ഹൗ
the pension amounts are paid എന്നുള്ളതാണ്. How this pension amounts are paid. ഓക്കെ, കമ്പനി എവിടെ നിന്നാണ് ഈ പെൻഷൻ എമൗണ്ട് പേ ചെയ്യുന്നത്? യൂസിങ് വിച്ച് ഫണ്ട്? നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫണ്ട് ഏതാ? പെൻഷന് വേണ്ടി നമ്മൾ പെൻഷൻ പേയ്മെൻറ്റ് നടക്കുന്ന സമയത്ത് നിങ്ങൾ റിട്ടയർ ആയി കഴിഞ്ഞ് കമ്പനി പെൻഷൻ പേ ചെയ്യും. ആ പെൻഷൻ പേ ചെയ്യുന്ന ഏത് ഫണ്ടിൽ നിന്നാണ്? ഇസ് ഇറ്റ് ഫ്രം ദ റീറ്റെയിൻ ഏർണിങ്സ്? റീറ്റെയിൻ ഏർണിങ്സ് ആണെന്നാണോ അവർ പേയ്മെൻറ്റ് നടത്തുന്നത്? ഫ്രം വിച്ച് ഫണ്ട് ദേ ആർ മേക്കിംഗ് ദിസ് പേയ്മെൻറ്റ്? ഇസ് ഇറ്റ് ഫ്രം ദ റീറ്റെയിൻ ഏർണിങ്സ് ഓർ പ്രോഫിറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഇയർ? അല്ല. അവർ ഈ പേയ്മെൻറ്റ് നടത്തുന്നത് എപ്പോഴായിരിക്കും? എവിടെ നിന്നുള്ള ഫണ്ട് വെച്ചിട്ടാണ്? ഈ ഡ്യൂറിങ് ദ സർവീസ് പീരീഡ്. ഈ സർവീസ് പീരീഡിൻ്റെ സമയത്ത് എവറി ഇയർ ദ കമ്പനി യൂസ് ടു മേക്ക് എ കോൺട്രിബ്യൂഷൻ. ആ പി എഫ് ഫണ്ടിലേക്ക് കമ്പനി എന്ത് ചെയ്യും? ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും ഫ്രം ദ എംപ്ലോയർ. സോ എംപ്ലോയർ വിൽ മേക്ക് എ കോൺട്രിബ്യൂഷൻ ടു പി എഫ്. എപ്പോഴാണ്? ഡ്യൂറിങ് ദ സർവീസ് പീരീഡ്. എംപ്ലോയീസ് നമുക്ക് തരുന്ന സർവീസ് തരുന്ന ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യും? വിൽ ആക്ച്വലി ക്രിയേറ്റ് എ ഫണ്ട്. നമ്മളൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കും. പി എഫ് ഏജൻസിയിലേക്ക് നമ്മളൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. ആ ഫണ്ട്, ആ കോൺട്രിബ്യൂഷൻ ഈ പി എഫ് ഏജൻസീസ് ദേ വിൽ ഇൻവെസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് അസറ്റ്സ്. ഓക്കെ, ത്രൂ ദാറ്റ് ഡിഫറെൻറ്റ് അസറ്റ്സ് ദേ വിൽ ക്രിയേറ്റ് എ അസറ്റ് പൂൾ. അതിപ്പോൾ ഒരു പൂൾ ഓഫ് അസറ്റ്സ് അവർ ക്രിയേറ്റ് ചെയ്യും. ആ അസറ്റ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പേ ചെയ്യുന്നത്? പെൻഷൻ പേ ചെയ്യുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുക. പെൻഷൻ്റെ ആ ഒരു അക്കൗണ്ടിങ് മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് പെൻഷൻ പേ ചെയ്യുന്നത്, ഏത് ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് പെൻഷൻ പേ ചെയ്യുന്നത് നിങ്ങൾ അറിയണം. ഓക്കെ, സോ ദ എംപ്ലോയർ ഓർ ദ കമ്പനി വിൽ മേക്ക് എ കോൺട്രിബ്യൂഷൻ ടു പി എഫ് ഏജൻസീസ് ഓർ ടു ദ പി എഫ് ഫണ്ട്. ആ കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് നമ്മളൊരു പൂൾ ഓഫ് അസറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇന്ന് മാർക്കറ്റിലുള്ള പല പോർട്ട്ഫോളിയോ ഓഫ് അസറ്റ്സിലോട്ട് നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുപോകും. ആ അസറ്റ് പൂളിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് പേ ചെയ്യുന്നത്? പെൻഷൻ പേ ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ എംപ്ലോയീസിന് ആ പെൻഷൻ കിട്ടുന്നതിൻ്റെ ആ ഒരു കണക്ഷൻ എങ്ങനെയാണ്, ആ ഫണ്ട് ഫ്ലോ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഫൈൻ. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ, ഓക്കെ, ഈ കോൺട്രിബ്യൂഷൻ പല ടൈപ്പ് കോൺട്രിബ്യൂഷൻ ഉണ്ട്. ദിസ് കോൺട്രിബ്യൂഷൻ മൈറ്റ് ബി ഫിക്സ്ഡ് ഓർ അല്ലെങ്കിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ മാർക്കറ്റിൽ. ഇപ്പോൾ റിട്ടേൺസ് കൂടുതൽ കൊടുക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ വി മേ ഹാവ് ടു പേ സംതിങ് എക്സ്ട്രാ. അപ്പോൾ അങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് സ്കീംസ് ഉണ്ട്. ഓക്കെ, ചില സമയത്ത് നമുക്കൊരു ഫിക്സഡ് റിട്ടേൺ കൊടുക്കുന്ന സ്കീംസും ഉണ്ട്. അതേപോലെ ഇനിയും മാർക്കറ്റിലുള്ള എക്സ്പെക്റ്റേഷൻ ഓഫ് പെൻഷൻ എമൗണ്ട് കൂടിയെങ്കിൽ ഓർ ഇഫ് ദാറ്റ് അസറ്റ് പൂൾ ഈസ് നോട്ട് പെർഫോമിംഗ് വെൽ, ദ റിട്ടേൺസ് ആർ നോട്ട് സഫിഷ്യൻറ്റ് ഇനഫ് ടു മേക്ക് ദ പെൻഷൻ പേയ്മെൻറ്റ്, നമ്മൾ ചിലപ്പോൾ അഡീഷണൽ കോൺട്രിബ്യൂഷനൊക്കെ ചെയ്യേണ്ടി വരും. അതിൻ്റെ ബേസിൽ നമ്മൾ ഈ പറയുന്ന പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൺ ദിസ് ഡിസിഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ഡിസിഷൻ വെച്ചിട്ട് നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടുണ്ട് പെൻഷന്. എന്തൊക്കെയാണ് മക്കളെ? ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ സ്കീമും, ഓക്കെ, ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ സ്കീം ആൻഡ് ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം. സോ ഓൺ ദ ബേസ് ഓഫ് ദിസ് ക്ലാസിഫിക്കേഷൻ നമ്മൾ രണ്ട് ഡിഫറൻസിയേഷൻ ആണ് കൊണ്ടുവരുന്നത്. ഡിഫൈൻ കോൺട്രിബ്യൂഷൻ സ്കീമും ഡിഫൈൻ ബെനിഫിറ്റ് സ്കീമും. അപ്പോൾ ഡിഫൈൻ കോൺട്രിബ്യൂഷൻ സ്കീം എന്ന് വെച്ചാൽ നമ്മൾ ആനുവലി പെൻഷൻ എമൗണ്ട് ആയിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, കമ്പനി അല്ലെങ്കിൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. സോ വാട്ട്സ് എമൗണ്ട് ഐ ഹാവ് ടു കോൺട്രിബ്യൂട്ട് ടു ദ സ്കീം എന്നുള്ളത് ഇവിടെ ഫിക്സ്ഡ് ആണ്. നമ്മൾ എന്താണ് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ ഫിക്സ്ഡ് ആണ്. ആനുവലി നമ്മൾ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് എന്താണെന്നുള്ളത് ഫിക്സ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിക്കോസ് ഡിഫൈൻഡ് ആണ്, എന്ത് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന എമൗണ്ട് ഡിഫൈൻഡ് ആണ്. സോ വി കോൾ ഇറ്റ് ആസ് ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ സ്കീം. ഇനിയും സെക്കൻഡ് ടൈപ്പ് ഓഫ് സ്കീം ആണെന്ന് പറയുന്നത് ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം. എന്താണ് ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം എന്ന് പറയുന്നത്? നമ്മൾ ഈ പറയുന്ന പെൻഷൻ എമൗണ്ട് വി നോ ദാറ്റ് വി ആർ പേയിങ് ഇറ്റ് ഫ്രം ദ അസറ്റ് പൂൾ. അസറ്റ് പൂളിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പേ ചെയ്യേണ്ടത്? പെൻഷൻ പേ ചെയ്യേണ്ടത്. ബട്ട് സപ്പോസ് ആദ്യം തന്നെ കമ്പനി ഇപ്പം എംപ്ലോയറിനോട് എംപ്ലോയീസിനോട് പറയുവാണ്, നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് നിങ്ങളുടെ സാലറിയുടെ ലെറ്റ്സ് സേ 15% ഞാൻ പെൻഷനായിട്ട് തരാം, അല്ലെങ്കിൽ 20% ആയിരിക്കും പെൻഷനായിട്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ ഫൈനൽ സാലറിയുടെ 15 to 20% എന്ന് പറഞ്ഞ റേറ്റ് വെച്ചിട്ട് പറയും ഈ എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് പെൻഷൻ കിട്ടാൻ പോകുന്നത് എന്ന് അഡ്വാൻസ് ആയിട്ട് പറയും. സോ ഇൻ ദാറ്റ് സെനാരിയോ വാട്ട്സ് ദ ബെനിഫിറ്റ് യു ആർ ഗോയിങ് ടു ഗീവ് ടു ദ എംപ്ലോയി? എംപ്ലോയീസ് നിങ്ങൾ എന്താണോ കൊടുക്കാൻ പോകുന്ന ബെനിഫിറ്റ് എന്നുള്ളത് നിങ്ങൾ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് അവരോട് പറയുവാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ പ്രശ്നം? സപ്പോസ് നമുക്ക് കിട്ടുന്ന ഇത് പേ ചെയ്യാൻ നമുക്ക് ആകെയുള്ള ഓപ്ഷൻ അസറ്റ് പൂളിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ മാത്രമാണ് നമ്മുടെ ഓപ്ഷൻ. ഈ റിട്ടേൺ സഫീഷ്യൻ്റ് അല്ല എന്ന് വെക്കുക. ഓക്കെ, ടു മേക്ക് ദിസ് പെൻഷൻ പേയ്മെൻറ്റ് ഇഫ് ദിസ് റിട്ടേൺസ് ആർ നോട്ട് സഫീഷ്യൻറ്റ് ഇനഫ്.
അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു മേക്ക് സം അഡീഷണൽ കോൺട്രിബ്യൂഷൻ. നമ്മളവിടെ എന്ത് ചെയ്യേണ്ടി വരും? അഡീഷണൽ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് സ്കീം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം. അപ്പോൾ ഇവിടെ നമ്മൾ ആനുവലി മേക്ക് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ അല്ല ഫിക്സ്ഡ്, അതല്ല ഡിഫൈൻഡ്. എന്താണ് ഡിഫൈൻഡ്? എംപ്ലോയിക്ക് അല്ലെങ്കിൽ ആ വർക്കറിന് എന്താണോ കിട്ടാൻ പോകുന്ന എമൗണ്ട്, ബെനിഫിറ്റ് എന്താണോ കിട്ടാൻ പോകുന്നത്, അതാണ് ഇവിടെ ഡിഫൈൻഡ് ആയിട്ട് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്കീമിൽ കോൺട്രിബ്യൂഷനാണ് ഡിഫൈൻഡ്, ഒരു സ്കീമിൽ ബെനിഫിറ്റാണ്, ദറ്റ് ഈസ് എംപ്ലോയിക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് ആണ് എന്ത്? ഡിഫൈൻഡ്. സോ അതുകൊണ്ടാണ് ഈ രണ്ട് ഡിഫറെൻറ്റ് നെയിംസ് വന്നത്. സോ ഇസ് ഇറ്റ് ക്ലിയർ എവരി വൺ? അപ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രം IFRS IAS 19 നിങ്ങൾക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഒരു സനാരിയോ തരും അവർ, ആ സനാരിയോ വായിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. വി ഹാവ് ടു ഡിസ്ക്രിമിനേറ്റ് വെദർ ഇറ്റ് ഈസ് എ ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ സ്കീമാണോ ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീമാണോ നമ്മളിവിടെ ജഡ്ജ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മളത് എങ്ങനെ ജഡ്ജ്മെൻറ്റ് കൊടുക്കണ്ടേ? ആനുവലി ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ ദെൻ ഇറ്റ് ഷുഡ് ബി അക്കൗണ്ട് ആസ് ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ സ്കീം. ഓക്കെ, ഇനി അതല്ല, ആനുവലി നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് അല്ല പേ ചെയ്യേണ്ടത്, ബെനിഫിറ്റ് ആണ് ഫിക്സ്ഡ്. ഓക്കെ, നിങ്ങൾ ഇത്ര പെർസെൻറ്റേജ് സാലറി തരാമെന്ന് ആരോട് പറയുന്നു? എംപ്ലോയീസിനോട് പറയുന്നു, നിങ്ങളുടെ വർക്കേഴ്സിനോട് പറയുന്നു, ആസ് പെൻഷൻ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഒരു ഒബ്ലിഗേഷൻ എടുത്തത് തലേ വെക്കുവാണ്. ഓക്കെ, സോ ഇൻ ദാറ്റ് സെനാരിയോ അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം എന്ന് പറയുന്നു. സോ ഇത് ചിലപ്പോൾ ലീഗലി ചിലപ്പോൾ കമ്പനി ആസ് എ റൂൾ പറയുന്നുണ്ടാവുന്നില്ല. ചില ക്വസ്റ്റ്യനകത്തൊക്കെ പറയും കമ്പനിയുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് കമ്പനിക്ക് ഏറ്റവും നല്ല വർക്ക് എംപ്ലോയീസ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത കമ്പനിയാണ്, അങ്ങനെ പല അവാർഡ്സും കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയും. സോ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ലീഗലി അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ഇല്ലെങ്കിലും കമ്പനി ഭയങ്കരമായിട്ട് എംപ്ലോയീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കമ്പനി ആയതുകൊണ്ട് അവർ ഫോളോ ചെയ്യാൻ പോകുന്ന ബെനിഫിറ്റ് സ്കീം എന്തായിരിക്കും? ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം ആയിരിക്കും. അവർ ഫോളോ ചെയ്യുന്ന പെൻഷൻ സ്കീം എന്തായിരിക്കും? ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം ആയിരിക്കും. അപ്പോൾ ഈ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ലീഗലായിട്ട് വരാം, അല്ലെങ്കിൽ അത് കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷൻ ആയിരിക്കാം. ദാറ്റ് ഈസ് കമ്പനിയുടെ നേച്ചർ വെച്ചിട്ടും പാസ്റ്റിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഒരു ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീമായിട്ട് അക്കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഇസ് ക്ലിയർ എവരി വൺ? അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് പെൻഷൻ സ്കീംസ് എന്തൊക്കെയാണ്? ഡിഫൈൻഡ് കോൺട്രിബ്യൂഷനും ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീമും. സോ ദ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഒരു ക്വസ്റ്റ്യനബിൾ ഏരിയ ആയിട്ട് നമുക്ക് അറിയേണ്ട ഒരു നോളജ് പാർട്ട് ഇതാണ് കേട്ടോ, എങ്ങനെ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം ആണെങ്കിൽ എന്താണ് മക്കളെ അവിടുത്തെ ഒരു അട്രാക്റ്റീവ്നെസ്? നമ്മൾ എല്ലാ വർഷവും ഫിക്സഡ് എമൗണ്ട് എന്ത് കൊടുത്താൽ മതി? പെൻഷൻ കോൺട്രിബ്യൂഷൻ കൊടുത്താൽ മതി എന്നുള്ളതാണ് ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ സ്കീമിൻ്റെ പ്രത്യേകത. ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം ആണെങ്കിലോ we may have to contribute extra to meet up the promised amount. ആ പ്രോമിസ്ഡ് പെൻഷൻ എമൗണ്ട് കൊടുക്കാൻ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഇഫ് ദ റിട്ടേൺസ് ആർ നോട്ട് ഇനഫ്, ഈ കിട്ടുന്ന നമുക്ക് അസറ്റ് പൂളിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ സഫീഷ്യൻ്റ് അല്ലെങ്കിൽ ദെയർ വി ഹാവ് ടു പേ എക്സ്ട്രാ എമൗണ്ട്. അതുകൊണ്ടാണ് അതിനെ ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം എന്ന് പറയുന്നത്. ഇസ് എ ക്ലിയർ എവരി വൺ? അപ്പോൾ ആ ഡിഫറൻസിയേഷൻ എന്തുകൊണ്ടാണ് വന്നതെന്ന് ക്ലിയർ ആണോ എല്ലാവർക്കും? ക്യാൻ യു റിപ്ലൈ ഇൻ ദ ചാറ്റ്? ചാറ്റിലൊന്ന് റിപ്ലൈ ചെയ്യും എല്ലാവരും. ഇസ് ഇറ്റ് ഓക്കെ ഫോർ എവരി വൺ? ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ ഇതിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യും? അപ്പോൾ ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീമിനെ നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യും, അതേപോലെ ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ സ്കീമിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം ആൻഡ് ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ സ്കീം? സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവലി ഇത്ര എമൗണ്ട് പേ ചെയ്താൽ മതി എന്നാണ് അവിടെ. ഓക്കെ, നത്തിങ് മോർ നത്തിങ് ലെസ്. ഫൈൻ. അപ്പോൾ ലെറ്റ്സ് സേ ആനുവലി ഇപ്പോൾ നിങ്ങൾ ഒരു 100,000 ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആസ് പെർ ദ കോൺട്രാക്ട് നിങ്ങൾ 100,000 ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷേ കമ്പനി എല്ലാ വർഷവും അല്ലെങ്കിൽ ഈ പറയുന്ന സെനാരിയോയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ എല്ലാ വർഷവും ഒരു for every month they are only making 8,000 വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? every month they are only contributing 8,000. അപ്പോൾ ഇൻ എ ഇയർ നമ്മൾ ശരിക്കും ടോട്ടൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട എത്രയാണ്? 100,000 ആണ്. പക്ഷേ നമ്മൾ എവറി മന്ത് 8,000 എന്നുള്ള രീതിയിൽ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ? ഇപ്പോൾ 96,000 കോൺട്രിബ്യൂട്ട് ചെയ്തുള്ളൂ എന്ന് വെക്കുക. ഓക്കെ, ബട്ട് എന്നിരുന്നാലും നമുക്കറിയാം ആനുവലി നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് എത്രയാണ്? 100,000 ആണ്. ബട്ട് ഐ ഹാവ് ഓൺലി പെയ്ഡ് എ
ക്യാഷ് കോൺട്രിബ്യൂഷൻ ഓഫ് 96,000. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? അത് ഒരു അക്രൂഡ് എക്സ്പെൻസ് പോലെ നമ്മൾ കൺസിഡർ ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ്സ് ആൻ എക്സ്പെൻസ് വിച്ച് ഇസ് ഇൻകേർഡ് നോട്ട് പെയ്ഡ് എന്നുള്ള രീതിയിൽ ആ 4,000 നമ്മൾ എന്തായിട്ട് കാണിക്കും? ഒരു അക്രൂഡ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കും. ഇതാണ് എന്തിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്? ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ സ്കീമിൻ്റെ നമ്മുടെ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ സ്കീം ആണെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഒരു അക്രൂഡ് അക്കൗണ്ടിങ് ആണ്, അക്രൂവൽ ബേസിസിലുള്ള അക്കൗണ്ടിങ് ആണ്. അപ്പോൾ ആനുവലി നമ്മൾ എത്രയാണ് എമൗണ്ട് പേ ചെയ്യേണ്ടത് ഫിക്സ്ഡ് ആയിട്ടെന്നുള്ളത് നോക്കുക. ആ എമൗണ്ട് പേ ചെയ്തിട്ടില്ലെങ്കിൽ വാട്ട് എവർ ദ എമൗണ്ട് വിച്ച് ഈസ് ലാക്കിംഗ് അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു അക്രൂഡ് എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു അക്രൂവൽ ബേസിസ് ആണ് എന്തിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്? വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ആണ് അക്രൂവൽ ബേസിസ്. ഓക്കെ, ദാറ്റ് ഈസ് വെദർ ഇറ്റ് ഈസ് പെയ്ഡ് ഓർ നോട്ട് ഇറ്റ് വിൽ ബി റെക്കഗ്നൈസ്ഡ് ആസ് എൻ എക്സ്പെൻസ്. ആ വർഷത്തെ ആ ഫുൾ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ എമൗണ്ട് നിങ്ങൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ ചെയ്യാണ്ടില്ല. സോ ക്യാഷ് ഇപ്പോൾ നിങ്ങൾ 96,000 കൊടുത്തിട്ടുള്ളൂ, ബട്ട് യു ആർ സപ്പോസ് ടു പേ 100,000. അങ്ങനെയാണെങ്കിൽ ബാക്കി എമൗണ്ട് എന്തായിട്ട് വരും? ഒരു അക്രൂഡ് എക്സ്പെൻസ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡിഫൈൻ കോൺട്രിബ്യൂഷൻ സ്കീമിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി അതുകൊണ്ട് തന്നെ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വളരെ സിമ്പിളാണ്. അത് എക്സാം പെർസ്പെക്റ്റീവിൽ ചിലപ്പോൾ ചോദിക്കാനും സാധ്യത വളരെ കുറവാണ്. അവിടെ എക്സാം പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ആകെ പഠിക്കേണ്ടത് ഇതെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഇത് എങ്ങനെ അക്കൗണ്ട് ചെയ്യണം, വെദർ ഇറ്റ് ഈസ് ഡിഫൈൻ കോൺട്രിബ്യൂഷൻ സ്കീം ഓർ ഡിഫൈൻ ബെനിഫിറ്റ് സ്കീം എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? ഈ പാർട്ട് ഓക്കെ ആണോ എല്ലാവർക്കും? ക്യാൻ യു റിപ്ലൈ ഇൻ ദ ചാറ്റ്? അപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിഫൈൻ കോൺട്രിബ്യൂഷൻ സ്കീം ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീമാണ്. ഓക്കെ, ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം? അപ്പോൾ ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു എമൗണ്ട് തരാം എന്ന് പ്രോമിസ് ചെയ്യണം അല്ലേ? വി ആർ പ്രോമിസിങ് ദം ദിസ് മച്ച് എമൗണ്ട് വിൽ ബി പെയ്ഡ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോമിസ് നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവിടെ എന്ത് വരുവാണ്? ഒരു ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ആവുകയാണ്. സോ വി ഹാവ് ടു ക്രിയേറ്റ് എ പെൻഷൻ ലയബിലിറ്റി അക്കൗണ്ട്. നമ്മളപ്പോൾ എന്ത് ഓപ്പൺ ചെയ്യും? ഒരു പെൻഷൻ്റെ ലയബിലിറ്റി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ബിക്കോസ് ഇത്ര എമൗണ്ട് തരാമെന്ന് പറയാണല്ലോ. ഓക്കെ, അപ്പോൾ പെൻഷൻ്റെ ലയബിലിറ്റി അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ വി ഹാവ് ടു ക്രിയേറ്റ് എ പെൻഷൻ അസറ്റ് അക്കൗണ്ട് ആസ് വെൽ. നമ്മൾ ഒരു പെൻഷൻ്റെ എന്തും ക്രിയേറ്റ് ചെയ്യും, അത് അസറ്റ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ വിൽ ക്രിയേറ്റ് എ പെൻഷൻ അസറ്റ് അക്കൗണ്ട് ആസ് വെൽ. കാരണം ആ എല്ലാ വർഷവും നമ്മൾ കൊടുക്കുന്ന എമൗണ്ട്, ആ പൂൾ ചെയ്യുന്ന എമൗണ്ട് അക്കൗണ്ട് ചെയ്ത് പോകുന്നുണ്ടല്ലോ. സോ അതിനെ അക്കൗണ്ട് ചെയ്യാൻ ഒരു പെൻഷൻ അസറ്റ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ പെൻഷൻ അസറ്റ് അക്കൗണ്ടിന് എന്തായിരിക്കും? നമ്മൾ ഇത്രയും നാളും ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ പൂൾ ഓഫ് അസറ്റിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ വിൽ കൺസിഡർ ഫെയർ വാല്യൂ ഓഫ് പെൻഷൻ അസറ്റ് ആസ് ദ ഓപ്പണിംഗ് വാല്യൂ. എല്ലാ വർഷത്തിൻ്റെയും വാല്യൂസ് അവിടെ ക്വസ്റ്റ്യൻ തരും. സോ വിൽ കൺസിഡർ ഫെയർ വാല്യൂ ഓഫ് ദാറ്റ് പെൻഷൻ അസറ്റ്. ആൻഡ് പെൻഷൻ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫ്യൂച്ചറിൽ കൊടുക്കാമെന്ന് പറയുന്ന പെൻഷൻ പേയ്മെൻറ്റ്സിന് പ്രസൻറ്റ് വാല്യൂ എടുക്കുക. സോ ഇറ്റ് വിൽ ബി പ്രസൻറ്റ് വാല്യൂ ഓഫ് പെൻഷൻ ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ ക്വസ്റ്റിനകത്തിൽ ലയബിലിറ്റിയുടെ ഓപ്പണിംഗ് വാല്യൂ പ്രസൻറ്റ് വാല്യൂ ആയിട്ടായിരിക്കും തരുന്നത്. പെൻഷൻ്റെ ഓപ്പണിംഗ് വാല്യൂ ഫെയർ വാല്യൂ ആയിരിക്കും തരുന്നത്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് നമ്മളിവിടെ എടുക്കുന്നത്, പൂൾ ഓഫ് അസറ്റിൻ്റെ. ലയബിലിറ്റി എന്ന് പറഞ്ഞാലോ നമ്മൾ ഫ്യൂച്ചറിൽ പേ ചെയ്യേണ്ട എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. സോ ദിസ് ആർ ദ ടു ഓപ്പണിംഗ് വാല്യൂസ്. ഈ രണ്ട് ഓപ്പണിംഗ് വാല്യൂസ് നമ്മൾ എടുക്കുക. ഓക്കെ, ഓപ്പണിംഗ് ഫെയർ വാല്യൂ ഓഫ് പെൻഷൻ അസറ്റ് ആൻഡ് ഓപ്പണിംഗ് പ്രസൻറ്റ് വാല്യൂ ഓഫ് പെൻഷൻ ലയബിലിറ്റി. ഓക്കെ, ഈ എമൗണ്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നെറ്റ് ഓഫ് ചെയ്യുക. സോ വിൽ നെറ്റ് ഇറ്റ് ഓഫ്. സോ ഇറ്റ് വിൽ ബി എയ്തർ ലയബിലിറ്റി സൈഡാണ് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് വെക്കുന്നത്, ബിക്കോസ് ബേസിക്കലി ഇറ്റ്സ് എ പെൻഷൻ ലയബിലിറ്റി അക്കൗണ്ട്. സോ ലയബിലിറ്റി കൂടുതലാണെങ്കിൽ പോസിറ്റീവ് ഫിഗർ കാണിക്കുക. സപ്പോസ് അസറ്റിൻ്റെ വാല്യൂ ആണ് കൂടുതലെങ്കിൽ വിൽ ഷോ ഇറ്റ് ആസ് എ നെഗറ്റീവ് വാല്യൂ. ഓക്കെ, ഇൻ ദ നെറ്റ് ഫോർമാറ്റ്. അപ്പോൾ ഈ നെറ്റ് ഫോർമാറ്റാണ് നമ്മൾ ബുക്സിൽ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, നൗ ഈ അസറ്റിലും ഒരു പൂൾ ഓഫ് അസറ്റ് മാർക്കറ്റിലുള്ളൊരു അസറ്റ്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അസറ്റിൽ നമുക്ക് റിട്ടേൺ വരും ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഇൻകം. അത് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആ പെർസെൻറ്റേജ് ഇൻറ്റു ഓപ്പണിംഗ് വാല്യൂ ഓഫ് അസറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഇൻട്രസ്റ്റ് ഇൻകം എത്രയാണ്, മാർക്കറ്റിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് ഇൻകം എത്രയാണെന്ന് മനസ്സിലാവും. ദ സെയിം വേ നമ്മൾ എന്തിനൊരു വാല്യൂ കണ്ടുപിടിക്കുക? ലയബിലിറ്റിക്ക്. ആ സെയിം റേറ്റ് ലയബിലിറ്റിയിൽ നമ്മൾ കൊടുക്കുക. ദാറ്റ് വിൽ ബി ദ എക്സ്പെൻസ്.
അതൊരു എക്സ്പെൻസ് ആയിരിക്കും. സോ അവിടെ ഓപ്പണിംഗ് വാല്യൂ ഓഫ് അസറ്റിന് പകരം എന്ത് യൂസ് ചെയ്യുക? ഓപ്പണിംഗ് വാല്യൂ ഓഫ് ലയബിലിറ്റി യൂസ് ചെയ്യുക. ഇസ് എ ക്ലിയർ എവരി വൺ? ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ ആണോ? സോ പെൻഷൻ അസറ്റിൻ്റെ കേസിൽ ഓപ്പണിംഗ് വാല്യൂ വിൽ ബി ഫെയർ വാല്യൂ ഓഫ് പെൻഷൻ അസറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻറ്റു ഓപ്പണിംഗ് അസറ്റ് ചെയ്യുക. പെൻഷൻ ലയബിലിറ്റിയിൽ വരുമ്പോൾ ഓപ്പണിംഗ് പ്രസൻറ്റ് വാല്യൂ ഓഫ് പെൻഷൻ ലയബിലിറ്റി യൂസ് ചെയ്യുക. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഇൻറ്റു ഓപ്പണിംഗ് ലയബിലിറ്റി ചെയ്യുക. സോ യു വിൽ ഗോട്ട് ദ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻകം. അതിൻ്റെ ഒരു നെറ്റ് എമൗണ്ട് നമ്മൾ എടുക്കും. അതിനെയാണ് നമ്മൾ നെറ്റ് ഇൻട്രസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയും. ആ നെറ്റ് എമൗണ്ട് നമ്മൾ പറയുന്നത് എന്താണ്? നെറ്റ് ഇൻട്രസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയും. വിൽ കോൾ ഇറ്റ് ആസ് നെറ്റ് ഇൻട്രസ്റ്റ് കമ്പോണൻറ്റ്. ഈ ഓപ്പണിംഗ് അസറ്റും ലയബിലിറ്റിയോട് നെറ്റ് ഓഫ് ചെയ്യുമ്പം ഏതർ ഇറ്റ് വിൽ ബി റിസൾട്ടിങ് ഇൻ എ ഓപ്പണിംഗ് ഡെഫിസിറ്റ് ഓർ സർപ്ലസ്. അസറ്റിൻ്റെ വാല്യൂ ആണ് കൂടുതലെങ്കിൽ സർപ്ലസ് വരും, ലയബിലിറ്റിയുടെ വാല്യൂ ആണ് കൂടുതലെങ്കിൽ ഡെഫിസിറ്റ് വരും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വിൽ അക്കൗണ്ട് ഫോർ ഇറ്റ്. അപ്പോൾ നെറ്റ് അക്കൗണ്ട് നിങ്ങൾ ഫൈനലി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ നെറ്റ് അക്കൗണ്ട് ആയിരിക്കും നമുക്ക് കാണുന്നുണ്ടാവുക. അപ്പോൾ നെറ്റ് അക്കൗണ്ടിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നൗ നെക്സ്റ്റ് വൺ. ഇനി അസറ്റിൻ്റെ വാല്യൂ നമ്മൾ എല്ലാ വർഷവും കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും? അസറ്റിൻ്റെ വാല്യൂ കൂടും. സോ വെൻ വി കോൺട്രിബ്യൂട്ട് സംതിങ് അത് അസറ്റ് അക്കൗണ്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എല്ലാ വർഷവും കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ നമ്മൾ അസറ്റ് അക്കൗണ്ടിലോട്ട് നമ്മൾ ആഡ് ചെയ്യുക. ലയബിലിറ്റിയിൽ ഓൺ ദ അതർ ഹാൻഡ് ലയബിലിറ്റി കൂടാൻ കാരണം ഓരോ വർഷവും എംപ്ലോയീസ് നമുക്ക് തരുന്ന സർവീസിനനുസരിച്ചിട്ട് നമുക്കറിയാം. ഇപ്പോൾ ഒരു എംപ്ലോയി 10 വർഷം സർവീസ് തന്നാൽ കൊടുക്കേണ്ട പെൻഷൻ എമൗണ്ടും 40 വർഷം നമുക്ക് വേണ്ടി വർക്ക് ചെയ്താൽ കൊടുക്കേണ്ട പെൻഷൻ എമൗണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ? സോ എവറി ഇയർ ദേ പ്രൊവൈഡ്സ് ആസ് എ സർവീസ്. ആ സർവീസിന് നമ്മൾ എന്ത് റെക്കഗ്നൈസ് ചെയ്യും? വിൽ റെക്കഗ്നൈസ് എ കോസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇന്നേവേ പറയാം, ഈ വർഷം അവർ തന്ന സർവീസിന് വി ആർ ഗോയിങ് ടു പേ ആൻ എമൗണ്ട് ഇൻ ഫ്യൂച്ചർ. പക്ഷെ അത് നമ്മൾ പേ ചെയ്യുന്ന ഫ്യൂച്ചറിലാണെങ്കിലും അതിൻ്റെ എക്സ്പെൻസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? റൈറ്റ് നൗ. സോ ദാറ്റ്സ് ഹൗ വിൽ കാൽക്കുലേറ്റ് ദ സർവീസ് കോസ്റ്റ്. അപ്പോൾ ഈ സർവീസ് കോസ്റ്റ് എമൗണ്ട് നമുക്ക് ക്വസ്റ്റനിൽ തരും. അപ്പോൾ അത് നമ്മൾ ലയബിലിറ്റിയിലോട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ബിക്കോസ് സർവീസ് കോസ്റ്റ് ഈസ് സംതിങ് ദാറ്റ് ഇൻക്രീസസ് അവർ ലയബിലിറ്റി. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി നെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട്സ് ആയിരിക്കത്തില്ല. കോൺട്രിബ്യൂഷനും സർവീസ് കോസ്റ്റും സെയിം എമൗണ്ട് ആയിരിക്കത്തില്ല. സോ വെൻ വി കാൽക്കുലേറ്റ് ദ നെറ്റ് അക്കൗണ്ട്, നമ്മൾ സർവീസ് കോസ്റ്റ് നമുക്കറിയാം ഈ സംതിങ് ദാറ്റ് ഇൻക്രീസസ് ലയബിലിറ്റി. അപ്പോൾ ലയബിലിറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നതിൽ ഞാൻ പറഞ്ഞു പോസിറ്റീവ് വാല്യൂ ആണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. സോ ഐ എം ജസ്റ്റ് ആഡിങ് ഇറ്റ്. ഓൺ ദ അതർ ഹാൻഡ് കോൺട്രിബ്യൂഷൻ ടു ദ സ്കീം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അസറ്റ് വാല്യൂവിനെ കൂട്ടുന്നതാണ്. സോ നെറ്റ് ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്യണത്? വി ഹാവ് ടു ഡിഡക്റ്റ് ഇറ്റ്. നമ്മൾ ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ബാക്കിയുള്ളതുപോലെ നമുക്ക് നെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സർവീസ് കോസ്റ്റും ഈ സംതിങ് ദാറ്റ് ഇൻക്രീസസ് ലയബിലിറ്റി. അപ്പോൾ നമ്മൾ ലയബിലിറ്റി ആയതുകൊണ്ട് പോസിറ്റീവ് ഫിഗർ കൊടുത്തു. ലയബിലിറ്റി എല്ലാം ഞാൻ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ദെൻ കോൺട്രിബ്യൂഷൻ ടു ദ സ്കീം ഈസ് സംതിങ് ദാറ്റ് ഇൻക്രീസസ് മൈ അസറ്റ്. അപ്പോൾ ഞാനത് നെറ്റ് ഫോർമാറ്റിൽ എന്ത് ചെയ്തു? ഡിഡക്റ്റ് ചെയ്തു. ഇത്രയും ക്ലിയർ ആണല്ലോ? ഫൈൻ. ദെൻ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ്, എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഓൾറെഡി പിരിഞ്ഞു പോയ ആൾക്കാർക്ക് നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ബെനിഫിറ്റ്സ് പെയ്ഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് ഈ ബെനിഫിറ്റ് കൊടുക്കുന്നത്? നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പൂൾ ഓഫ് അസറ്റിൽ നിന്നാണ് ഈ എമൗണ്ട് പേ ചെയ്യുന്നത്. സോ വെൻ വി മേക്ക് ദിസ് പെൻഷൻ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് പേ ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അസറ്റ് പൂളിൽ നിന്നും ആ എമൗണ്ട് നമ്മൾ കുറയ്ക്കും. ആ സെയിം എമൗണ്ട് നമ്മൾ എവിടെ നിന്നും കുറയ്ക്കും? ലയബിലിറ്റിയിൽ നിന്നും കുറയ്ക്കും. സോ വെൻ വി മേക്ക് ദ പെൻഷൻ ബെനിഫിറ്റ്സ് പേ ഔട്ട് കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ഡിഡക്റ്റിംഗ് ദാറ്റ് അസറ്റ് ആൻഡ് ലയബിലിറ്റി അറ്റ് ദ സെയിം ടൈം. അത് നമ്മുടെ അസറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്നും കുറയും, ലയബിലിറ്റിയുടെ അക്കൗണ്ടിൽ നിന്നും കുറയും. സോ അതിൻ്റെ നെറ്റ് ഇമ്പാക്റ്റ് എന്തായിരിക്കും? നില്ലായിരിക്കും. നെറ്റ് ഫോർമാറ്റിലുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് നില്ലാണ്. സോ വൈ ദ ഇമ്പാക്റ്റ് ഇസ് നിൽ പറയാം? ബിക്കോസ് ദ ബെനിഫിറ്റ്സ് പെയ്ഡ് റിഡ്യൂസസ് ദ അസറ്റ് ആൻഡ് ലയബിലിറ്റി ബൈ ദ സെയിം എമൗണ്ട്. നമ്മൾ എമൗണ്ട് പേ ചെയ്യുമ്പം പൂൾ ഓഫ് അസറ്റിൽ നിന്നാണത് കുറയുന്നത്. ദാറ്റ് സെയിം എമൗണ്ട് നമ്മുടെ ലയബിലിറ്റിയിൽ നിന്നും നമ്മൾ പേ ചെയ്യാനുള്ള എമൗണ്ട് പേ ചെയ്യുവാണല്ലോ. സോ ലയബിലിറ്റി നമുക്ക് ഇനി എന്ത് ചെയ്യാം? അത് ഡിഡക്റ്റ് ചെയ്യാം. സോ എഫക്റ്റീവ്ലി നെറ്റ് ഫോർമാറ്റിലോട്ട് വരുമ്പം അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും? നില്ലായിരിക്കും. സോ ഇത്രയും ഫോർമാറ്റ് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇസ് ക്ലിയർ എവരി വൺ? ഈ ഫോർമാറ്റ് ക്ലിയർ ആണോ മക്കളെ? സോ ഡിഫൈൻ ബെനിഫിറ്റ് സ്കീം നമുക്ക് അക്കൗണ്ട് ചെയ്യേണ്ട മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ദർ ഷുഡ് ബി എ പെൻഷൻ അക്കൗണ്ട് ആൻഡ് ലയബിലിറ്റി അക്കൗണ്ട്. എന്നിട്ട് അതിൻ്റെ നെറ്റ് ഫോർമാറ്റ് ആയിരിക്കും SOFPയിലോട്ട് പോകുന്നത്. സോ ടിൽ ബെനിഫിറ്റ്സ് പെയ്ഡ് എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ എമൗണ്ട്
എല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, എക്സ്പെക്ട് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സോ അത് നെറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തായിരിക്കും വരുന്നത്, അഗെയിൻ ദർ വിൽ ബി ക്ലോസിംഗ് നെറ്റ് ഡെഫിസിറ്റ് ഓർ സർപ്ലസ് വരാം. ഇറ്റ് ഈസ് ഓപ്പണിംഗ് മാറിയിട്ട് നമുക്കൊരു ക്ലോസിംഗ് വാല്യൂ വരാം. പക്ഷേ ഇത് നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ ആണ്. ദിസ് ഈസ് ആൻ എമൗണ്ട് ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ എസ്. ഓക്കെ, ബട്ട് വി നോ ദാറ്റ് ഇത് ചിലപ്പോൾ മാറാം. മാർക്കറ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂവും അതേപോലെ തന്നെ റിവാലുവേഷൻ എമൗണ്ടും അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരാമല്ലോ. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ഇതെല്ലാം ഈ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്ത് കേട്ടിട്ട് ഈ ക്ലോസിംഗ് കിട്ടുന്ന ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഇറ്റ് ഈസ് ദ ക്യാരിങ് വാല്യൂ. ഇത് ആക്ച്വലി ആ ബുക്സിലുള്ള ക്യാരിങ് വാല്യൂ ആണ്. ഈ ക്യാരിങ് വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യും, ഈ നെറ്റ് ഡെഫിസിറ്റിൻ്റെയും സർപ്ലസിൻ്റെയൊക്കെ എമൗണ്ട് ആര് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരും, ദ ഫെയർ വാല്യൂ ഓഫ് പെൻഷൻ അസറ്റ്, ക്ലോസിംഗ് പെൻഷൻ അസറ്റ് ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്ലോസിംഗ് പെൻഷൻ ലയബിലിറ്റി. ഇത് നമുക്ക് ആക്ച്വറി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നമുക്ക് റീമെഷർ ചെയ്ത് തരുന്നുണ്ടായിരിക്കും. ഇത് വാല്യൂ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ആക്ച്വറീസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ദ ആക്ച്വറീസ് ആണ് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സും അല്ലെങ്കിൽ ഇൻഷുറൻസും ഒക്കെ പ്രോപ്പർലി ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ഒക്കെ ചെയ്ത് ആൾക്കാരുടെ ഏജ് ഫാക്ടേഴ്സും സോഷ്യൽ എക്കണോമിക് ഫാക്ടേഴ്സും ഒക്കെ വെച്ചിട്ട് അവർ ആ ഒരു പ്രൊഡിക്ഷൻസ് ഒക്കെ പ്രോപ്പർലി ചെയ്യുന്നത്. സോ ദിസ് ആക്ച്വറീസ് വിൽ ഗീവ് എസ് റിവാല്യൂഡ് എമൗണ്ട് ഓഫ് ദിസ് പെൻഷൻ അസറ്റ് ആൻഡ് പെൻഷൻ ലയബിലിറ്റി. അത് നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസിങ്ങിൽ നെറ്റ് ഓഫ് ചെയ്യുക. സോ വെൻ വി നെറ്റ് ഇറ്റ് ഓഫ്, that revalued amount of net deficit or surplus നമുക്ക് കിട്ടും. റിവാല്യൂഡ് ഓർ റീമെഷേർഡ് എന്ന് പറയാം. റിവാലുവേഷൻ ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. സോ ദിസ് റീമെഷേർഡ് എമൗണ്ട് ഓഫ് നെറ്റ് ഡെഫിസിറ്റ് ഓർ സർപ്ലസ്, ഇതിനെ നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്യും, നമ്മുടെ ക്യാരിങ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി വി നോ ദാറ്റ് റിവാലുവേഷനും ക്യാരിങ് വാല്യൂ എമൗണ്ട്സും ഡിഫറൻസ് വരുന്ന പോലെ ഈ ഡെഫിസിറ്റിലും സർപ്ലസും നമ്മൾ കണ്ടുപിടിച്ചതും ആക്ച്വറീസ് വരുന്ന എമൗണ്ടും തമ്മിൽ എന്ത് കാണും, ഒരു ഡിഫറൻസ് കാണും. സോ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ റീമെഷർമെൻറ്റ്. റിവാലുവേഷൻ ഗെയിൻ ഓർ ലോസ് വരുന്ന പോലെ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ റീമെഷർമെൻറ്റ് കമ്പണൻറ്റ്. അവിടെ റീമെഷർമെൻറ്റ് കമ്പണൻറ്റ് നമുക്ക് കിട്ടും. ഇറ്റ് വിൽ ബി എയ്തർ എ ഗെയിൻ ഓർ ലോസ്. ആ റീമെഷേർഡ് ഗെയിനോ അല്ലെങ്കിൽ ലോസോ ആയിരിക്കും. സോ എയ്തർ ദാറ്റ് ആ ഗെയിൻ ഓർ ലോസ് എന്താണോ ആ ഗെയിൻ ഓർ ലോസ് നമ്മൾ എന്ത് ചെയ്യും, വിൽ ഷോ ഇറ്റ് ഇൻ OCI. സോ അത് റീമെഷേർഡ് ഗെയിൻ ആണ്. സോ ഇറ്റ്സ് നോട്ട് എ ഗെയിൻ വിച്ച് ഈസ് റിയലൈസ്ഡ്. അപ്പോൾ നോർമലി നമ്മൾ റിവാലുവേഷനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ IAS 19 പെൻഷൻ ബെനിഫിറ്റ്സ് കാരണം വന്ന ആ റീമെഷേർഡ് ഗെയിൻ ഓർ ലോസ് നമ്മൾ എന്ത് കാണിക്കുക, വിൽ ചാർജ് ഇറ്റ് ടു OCI. അപ്പോൾ ബുക്സിൽ പോകുന്ന ക്ലോസിംഗ് നെറ്റ് അസറ്റിൻ്റെ വാല്യൂ, നെറ്റ് അസറ്റോ അല്ലെങ്കിൽ ഡെഫിസിറ്റിൻ്റെ വാല്യൂ ഈ റീമെഷേർഡ് എമൗണ്ട് ആയിരിക്കും. സോ ദാറ്റ്സ് എ എമൗണ്ട് വിൽ ഗോ ടു SOFP. ദെൻ ഇൻട്രസ്റ്റ്, വെദർ ഇറ്റ്സ് എൻ എക്സ്പെൻസ് ഓർ ഇൻകം, ദാറ്റ് ഇമ്പാക്ട് വിൽ ഹാവ് ഓൺ ദ P&L. ദ സെയിം വേ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, അതിൻ്റെ ഇമ്പാക്റ്റും പോകുന്നത് എവിടെ ആയിരിക്കും, P&L ആയിരിക്കും. ദെൻ കോൺട്രിബ്യൂഷൻ ടു ദ സ്കീം, ഇറ്റ്സ് ആൻ എമൗണ്ട് ദാറ്റ് വി ഹാവ് കോൺട്രിബ്യൂട്ടഡ്. സോ നമ്മൾ ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ആണ്. സോ ആ കോൺട്രിബ്യൂഷൻ ടു ദ സ്കീം നമ്മളിവിടെ കാണിക്കുക, വിൽ ഷോ ഇറ്റ് അണ്ടർ ക്യാഷ് ഫ്ലോ അണ്ടർ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. സോ വിൽ ഷോ ഇറ്റ് അണ്ടർ ഓപ്പറേഷൻ ബിക്കോസ് ഈവൻ നമ്മൾ ഈ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്, കമ്പനിയുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് അല്ലേ. സോ സിൻസ് എംപ്ലോയീസ് ആർ എ പാർട്ട് ഓഫ് ഓപ്പറേഷൻ, ആ ഒരു നമ്മളൊരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണിക്കേണ്ടത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലല്ല, വി ഷുഡ് ഷോ ഇറ്റ് അണ്ടർ ഓപ്പറേറ്റിംഗ് ഇറ്റ്സെൽഫ്. അപ്പോൾ ഓപ്പറേഷനിലായിരിക്കും നമ്മൾ ഈ പറയുന്ന ക്യാഷ് ഫ്ലോ കോൺട്രിബ്യൂഷൻ കാണിക്കുന്നത്. ഓക്കെ ആണോ? സോ ദ ഇമ്പാക്ട് ഓഫ് ദിസ് SOPL, SOCF and SOFP എസ്പെഷ്യലി ഡ്യൂ ടു IAS 19, ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? IAS 19 ഇമ്പാക്ട് എല്ലാവർക്കും ക്ലിയർ ആണോ മക്കളെ? സെറ്റ് അല്ലേ? ക്യാൻ റിപ്ലൈ ഇൻ ദ ചാറ്റ്. അപ്പോൾ ഈ ഫോർമാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് ദ നെറ്റ് ഫോർമാറ്റ് ദാറ്റ് ഈസ് ആക്ച്വലി റിക്വയർഡ്. നിങ്ങളുടെ എക്സാമിന് അവർ മെയിൻലി യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ്. സോ ഇതിലേക്ക് എത്തുന്ന 2 അക്കൗണ്ട് ത്രൂ ആണ്. So actually there is 2 accounts we have, which is pension asset account and pension liability account. So ഇതാണ് ആ 2 അക്കൗണ്ട്. ആ അക്കൗണ്ട് നെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്ന നെറ്റ് ഫോർമാറ്റ് കിട്ടുന്നത്. ഓക്കെ ആണോ?
സോ ദിസ് ഫോർമാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിലെ ഓരോ എമൗണ്ട്സും എന്തുകൊണ്ടാണ്, എങ്ങനെ വന്നു, അതിനകത്തിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനിയും അഡീഷണലി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ചില പോയിന്റ്സ്, ചില ടേംസ് ആണ്. അപ്പോൾ സർവീസ് കോസ്റ്റ് നമ്മൾ പഠിച്ചു. സോ ഫോർ യുവർ നോളജ്, ചില സമയത്ത് ഓർക്കുക, ഈ സർവീസ് കോസ്റ്റിൽ തന്നെ ഇനിയും ചില പല സ്പ്ലിറ്റ്സപ്സ് വരാം. ഓക്കെ, സ്പ്ലിറ്റ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവീസ് കോസ്റ്റ് തന്നെ പല ടൈപ്പ് ഉണ്ട്. കറണ്ട് സർവീസ് കോസ്റ്റ് ഉണ്ട്, ഓക്കെ, പാസ്റ്റ് സർവീസ് കോസ്റ്റ് ഉണ്ട്. ഓക്കെ, സോ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. അപ്പോൾ കറണ്ട് സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വർഷം എംപ്ലോയീസ് നമുക്ക് തന്ന സർവീസിന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന എക്സ്പെൻസ് ആണ് കറണ്ട് സർവീസ് കോസ്റ്റ്. ഓക്കെ, ബേസ്ഡ് ഓൺ വാട്ട്സ് ദ എമൗണ്ട് വി ഹാവ് ടു പേ വിത്ത് റെസ്പെക്ട് ടു ദിസ് കറണ്ട് ഇയർ ഇൻ ഫ്യൂച്ചർ. ഓക്കെ, ബട്ട് ലെറ്റ്സ് സേ ലാസ്റ്റ് ഇയർ 2023 വരെ കമ്പനിയുടെ പോളിസി 10% ഓഫ് ഫൈനൽ സാലറി പെൻഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഈ വർഷം ജാനുവരി ഞാൻ വന്നിട്ട് പറഞ്ഞു, 24 ഞാൻ പറഞ്ഞു, ഫ്രം ദിസ് ഇയർ വി ആർ ചേഞ്ചിങ് ഇറ്റ് ടു 15%. നമ്മൾ എത്ര വെക്കാൻ പോവാണ്? 15% ഓഫ് ഫൈനൽ സാലറി എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ ലാസ്റ്റ് ഇയർ വരെ നമ്മൾ സർവീസ് കോസ്റ്റ് എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടിരുന്ന എത്രയിലാണ്? 10% ആണ് എക്സ്പെൻസ് ഓഫ് സാലറി എന്നുള്ള രീതിയിലാണ്. ബട്ട് ഫ്രം നൗ വി ഹാവ് ചേഞ്ച്ഡ് ഇറ്റ്. അപ്പോൾ പ്രീവിയസ് ഇയേഴ്സിൽ നമ്മൾ എക്സ്പെൻസ് വെച്ച് എന്തായിപ്പോയി? അണ്ടർസ്റ്റേറ്റഡ് ആയിപ്പോയി. അവർ എസ്റ്റിമേറ്റ്സ് വെയർ റോങ്. സോ ഇറ്റ്സ് ലൈക്ക് എ ചേഞ്ച്. ആ എസ്റ്റിമേറ്റ്സിൽ നമ്മൾ ചേഞ്ച് കൊണ്ടുവരുവാണ്. സോ വെൻ വി മേക്ക് ദാറ്റ് ചേഞ്ചസ്, അതിന് ഇമ്പാക്റ്റ് നമ്മുടെ കറണ്ട് ഇയറിലോട്ട് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സോ ആ 5% ഇമ്പാക്റ്റ് പ്രീവിയസ് ഇയേഴ്സിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല. സോ നമ്മൾ ഈ വർഷം എക്സ്പെൻസിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാസ് സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് വെൻ യു ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദി സർവീസ് കോസ്റ്റ് എമൗണ്ട്, ദ സർവീസ് കോസ്റ്റ് കമ്പണന്റ് വിൽ ആക്ച്വലി ഇൻക്ലൂഡ്, ലെറ്റ്സ് സേ കറന്റ് സർവീസ് കോസ്റ്റ് ഒരു 10 million, പാസ് സർവീസ് കോസ്റ്റ് ഇപ്പോൾ ഒരു 5 എന്ന് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ടോട്ടൽ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഫോർമാറ്റിലേക്ക് കൊണ്ടുപോകേണ്ട എമൗണ്ട് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി എ സം ഓഫ് കറന്റ് സർവീസ് കോസ്റ്റ് ആൻഡ് പാസ് സർവീസ് കോസ്റ്റ്. അല്ല, കറണ്ട് മാത്രമല്ല, ആ സർവീസ് കോസ്റ്റ് കമ്പണിയിലേക്ക് നിങ്ങൾ എന്ത് എടുക്കണം? കറണ്ടും പാസ്റ്റും എടുക്കണം. അത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എവിടെ ചാർജ് ചെയ്യുന്നുണ്ടാവുക? P&L ചാർജ് ചെയ്യുന്നുണ്ടാവുക. ഇസ് ദാറ്റ് ക്ലിയർ എവരി വൺ? ഇപ്പോൾ സർവീസ് കോസ്റ്റിന് 2 ടൈപ്പാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ്? കറണ്ട് സർവീസ് കോസ്റ്റും പാസ്റ്റ് സർവീസ് കോസ്റ്റും. ആ പാർട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? പെർഫെക്റ്റ്, യെസ്. ഇൻ ദ സെയിം വേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു ടേമാണ് സെറ്റിൽമെൻറ്റ്. സോ there will be some settlement happens or there will be some curtailment happens. ചിലപ്പോൾ കമ്പനിയിൽ ചില സെറ്റിൽമെൻറ്റ്സ് നടക്കാം, അതേപോലെ തന്നെ ചില കർട്ടൈൽമെൻറ്റ് നടക്കാം. സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എംപ്ലോയറിൻ്റെ അടുത്തു നിന്ന് ഒരു എംപ്ലോയി ട്രാൻസ്ഫർ ആയിട്ട് വേറൊരു കമ്പനിയിലോട്ട് പോയി. സോ വെൻ ദേ മേക്ക് ദിസ് ട്രാൻസ്ഫർ, ഈ പെൻഷൻ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. സോ വെൻ വി മേക്ക് ദ സച്ച് ട്രാൻസ്ഫേഴ്സ്, ദർ വിൽ ബി സം ഗെയിൻ ഓർ ലോസ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് ചിലപ്പോൾ പേ ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ കുറവ് പേ ചെയ്യേണ്ടി വരാം അറ്റ് ദ ടൈം ഓഫ് ദി സെറ്റിൽമെൻറ്റ്. അപ്പോൾ ആ സെറ്റിൽമെൻറ്റ് വഴി വരുന്ന ഗെയിൻ ഓർ ലോസ്, നമ്മളിവിടെ കാണിക്കും. വിൽ ഷോ ഇറ്റ് ആസ് എ പാർട്ട് ഓഫ് സർവീസ് കോസ്റ്റ്. അതും നമ്മൾ ബുക്സിലോട്ട് കാണിക്കുന്ന എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ആ വർഷത്തെ സർവീസ് കോസ്റ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കും. സോ ഗെയിൻ ആണെങ്കിൽ വി നോ ഇറ്റ്സ് എ ബെനിഫിറ്റ്, സോ സർവീസ് കോസ്റ്റിൽ നിന്ന് കുറയ്ക്കും. ലോസ് ആണെങ്കിൽ വി നോ ഇറ്റ്സ് എൻ എക്സ്പെൻസ്, സോ സർവീസ് കോസ്റ്റിലോട്ട് ആഡ് ആവും. പെർഫെക്റ്റ്. അപ്പോൾ ഗെയിൻ ഓർ ലോസ് ഓൺ സെറ്റിൽമെൻറ്റ് ഓൾസോ ഷുഡ് ബി ഷോൺ ആസ് എ പാർട്ട് ഓഫ് യുവർ സർവീസ് കോസ്റ്റ്. അപ്പോൾ ചില ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കമ്പനി പറയുകയാണ്, കമ്പനി ഈസ് പ്ലാനിങ് ടു ഷോ ഓൾ ഗെയിൻ ഓർ ലോസ് ഓൺ പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് ഇൻ OCA എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് വരുന്ന ഒരു ഗെയിൻ ഓർ ലോസ് എന്തായിരിക്കും? റീമെഷർമെൻറ്റ് കമ്പണൻ്റെ ഗെയിൻ ഓർ ലോസ് ആയിരിക്കും നമ്മുടെ മൈൻഡിലോട്ട് പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വരുന്നത്. ഓക്കെ, ബട്ട് വൺ തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് there is some gain or loss which is coming as a part of your service cost as well. അപ്പോൾ സർവീസ് കോസ്റ്റിനകത്തിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ചില ഗെയിൻ ഓർ ലോസ് ഉണ്ട്. ഓക്കെ, ആ ഗെയിൻ ഓർ ലോസ് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? വി ആർ നോട്ട് ഷോയിങ് ഇറ്റ് ഇൻ ദ OCA. സർവീസ് കോസ്റ്റിൻ്റെ ഇമ്പാക്റ്റ് ഡയറക്റ്റ്ലി എങ്ങോട്ടാണ് പോകുന്നത്? SOPLയിലേക്കാണ് പോകുന്നത്, അല്ലേ? ഇറ്റ് ഈസ് ഗോയിങ് ടു SOPL. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആക്ച്വലി റോങ്. കമ്പനിയുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അവിടെ തെറ്റാണ്. Because we cannot say that every gain or loss on defined benefit scheme will go to OCA. Why? Because the gain or loss which is coming as a part of settlement, അത് നമ്മൾ എന്തിൻ്റെ പാർട്ടായിട്ടാണ് നമ്മളെ അക്കൗണ്ട് ചെയ്യുന്ന മക്കളെ? That will be accounted using as a part of your service cost. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് P&L ആണ് വരുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് പറയുക.
only that remeasurement gain or loss, actuary gains അല്ലെങ്കിൽ ആക്ച്വറീസ് പറയുമ്പോൾ വരുന്ന റീമെഷർമെൻറ്റ് ഗെയിൻ ഓർ ലോസ് മാത്രമേ നമ്മൾ ഇവിടെ കാണിക്കാൻ പാടുള്ളൂ, OCയിലോട്ട് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? ഫൈൻ. നൗ ദ സെയിം വേ കർട്ടെയിൽമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് നടക്കാം. ഓക്കെ, അപ്പോൾ ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് കർട്ടെയിൽമെൻറ്റ്? എന്തായിരുന്നു? ഡു യു റിമെമ്പർ വാട്ട് ഈസ് കർട്ടെയിൽമെൻറ്റ്? എന്താണ് കർട്ടെയിൽമെൻറ്റ് എന്ന് ഓർക്കുന്നുണ്ടോ? വാട്ട് ഈസ് കർട്ടെയിൽമെൻറ്റ്? significant reduction in number of employees. ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മുടെ കമ്പനിയിൽ 60 പേരുണ്ടായിരുന്നു, അതിലൊരു 10 പേര് നമ്മൾ റിസൈൻ ചെയ്ത് പോവുക അല്ലെങ്കിൽ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുകയോ എല്ലാം ചെയ്തെന്ന് വെച്ചോ. അപ്പോൾ ടിൽ നൗ ഐ വാസ് കാൽക്കുലേറ്റിംഗ് മൈ പെൻഷൻ ലയബിലിറ്റീസ് ബേസ്ഡ് ഓൺ 16 employees. സോ പെട്ടെന്ന് അവിടെ ഒരു റിഡക്ഷൻ വന്നു, ഏതോ ഡ്യൂ ടു എനി ചേഞ്ച് ഇൻ അവർ ബിസിനസ് സ്ട്രക്ചർ, എന്തെങ്കിലും റീസ്ട്രക്ചറിങ്ങിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കുറേ ആൾക്കാർ നമ്മുടെ ആ ഒരു പെൻഷൻ പ്ലാനിൽ നിന്ന് റിമൂവ് ആയെന്ന് വെച്ചു. സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഒബ്വിയസ്ലി വി ഹാവ് ടു റീമെഷർ അവർ പെൻഷൻ ലയബിലിറ്റീസ് ആസ് വെൽ ആസ് അസെറ്റ്. അപ്പോൾ അവിടെ എന്ത് വരാം? ഇറ്റ് വിൽ റിസൾട്ട് ഇൻ സം ഗെയിൻ ഓർ ലോസ്. അതും നമ്മൾ കാണിക്കുന്ന എന്തിൻ്റെ ആയിരിക്കും? വിൽ ഷോ ഇറ്റ് ആസ് എ പാർട്ട് ഓഫ് അവർ സർവീസ് കോസ്റ്റ്. അതും നമ്മൾ സർവീസ് കോസ്റ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കും കാണിക്കുന്നത്. Is it clear everyone? അപ്പോൾ these two items, അപ്പോൾ സർവീസ് കോസ്റ്റിനകത്തിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആണെന്ന് നോക്കിയേ. കറണ്ട് സർവീസ് കോസ്റ്റ് വരാം, പിന്നെ പാസ്റ്റ് സർവീസ് കോസ്റ്റ് വരാം. ഇപ്പോൾ ക്വസ്റ്റിനകത്തിൽ എന്തെങ്കിലും സെറ്റിൽമെൻറ്റ് ഗെയിൻ ഓർ ലോസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ സർവീസ് കോസ്റ്റിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതേപോലെ കർട്ടെയിൽമെൻറ്റ് കാരണം വരുന്ന എന്തെങ്കിലും ഗെയിൻ ഓർ ലോസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ സർവീസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതെല്ലാം കൂടെ ക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള നെറ്റ് എമൗണ്ട് ആണ് സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്, നമ്മുടെ ഈ മെയിൻ ഫോർമാറ്റിലേക്ക് കാണിക്കേണ്ടത്, വിച്ച് വിൽ ഗോ ടു P&L. ഓക്കെ, അപ്പോൾ ആ ഒരു പാർട്ട് ക്ലിയർ ആണോ മക്കളെ? സോ ദിസ് പാർട്ട് ഈസ് ക്ലിയർ എവരി വൺ. അപ്പോൾ പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ് എസ്പെഷ്യലി DBS മെത്തേഡ് വിച്ച് ഈസ് ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീമിൽ നമ്മൾ ചെയ്യേണ്ട ഈ ഒരു ഫോർമാറ്റിലാണ്. സോ ആ വാല്യൂസ് ഒക്കെ എങ്ങനെ വരും, അതിൻ്റെ എന്തൊക്കെ ഇൻക്ലൂഡ് ആണെന്നുള്ള ഫണ്ടമെൻ്റൽ കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. സോ ദിസ് പാർട്ട് ഈസ് ക്ലിയർ എവരി വൺ. Can you reply in the chat? ഇത് ഓക്കെ ആണോ മക്കളെ? സോ നമ്മൾ ആ സ്റ്റാൻഡേർഡ് ക്വിക്കായിട്ടൊന്ന് റിവേഴ്സ് ചെയ്യുവാണ്. സോ ഈ മെയിൻ പോയിന്റ്സ് എല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ ദിസ് പാർട്ട് ഈസ് ക്ലിയർ? ഫൈൻ. നെക്സ്റ്റ് നമുക്ക് അതേപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഐറ്റം ഫ്രം IAS 19 DBS പാർട്ട്. ഈ ക്ലോസിങ് ചെയ്യുന്ന സമയത്ത്, ഈ ക്ലോസിങ് നമ്മൾ ഈ പറഞ്ഞ നെറ്റ് ഡെഫിസിറ്റും സർപ്ലസും ഒക്കെ നെറ്റ് ഓഫ് ചെയ്യും അല്ലേ? സോ നെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ലെറ്റ്സ് സേ നോർമലി നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നോർമലി നമ്മൾ ആ പെൻഷൻ അസറ്റും നെറ്റ് ഓഫ് വിത്ത് പെൻഷൻ ലയബിലിറ്റി ചെയ്തപ്പോൾ ഒരു സർപ്ലസ് എമൗണ്ട് ആണ് വെച്ചെന്ന് വെച്ചു. ക്ലോസിങ് നമുക്ക് വന്നത്, ക്ലോസിങ് എമൗണ്ട് വന്നത് സർപ്ലസ് ആണ്, നെറ്റ് ഒരു സർപ്ലസ് എമൗണ്ട് ആണ് വന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സേ ദ സർപ്ലസ് എമൗണ്ട് ഈസ് 30 million. നെറ്റ് ചെയ്തപ്പോൾ ഒരു സർപ്ലസ് എമൗണ്ട് വന്ന് 30 million. ഈ 30 million വരുന്ന സമയത്ത് വി നോ ഇറ്റ്സ് എൻ അസറ്റ്. അപ്പോൾ ഒരു അസറ്റാണ്. നമ്മൾ എപ്പോഴും ബുക്സിൽ അസറ്റിനെ കാണിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ഹാവ് ടു ഫോളോ പ്രൂഡൻസ് കൺസെപ്റ്റ് അല്ലേ? എന്താ? അസറ്റ് ഷുഡ് നോട്ട് ബി ഓവർ സ്റ്റേറ്റഡ് എന്നുള്ളൊരു ഭാഗം നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ വെൻ വി ഫീൽ ലൈക്ക് ഓക്കെ പെൻഷൻ അസറ്റാണ് പെൻഷൻ ലയബിലിറ്റിനേക്കാളും കൂടുതൽ എന്നൊരു സിറ്റുവേഷൻ വരണമെങ്കിൽ, ഓക്കെ മാത്തമാറ്റിക്കലി അല്ല പ്രാക്ടിക്കലി അങ്ങനെ വാല്യൂ ഓഫ് അസറ്റ് കൂടണമെങ്കിൽ അതിൻ്റെ റീസൺ എന്താ? ഫ്യൂച്ചറിൽ എന്തൊക്കെയോ ബെനിഫിറ്റ് കിട്ടുന്നത് കാരണമായിരിക്കും. ഫ്യൂച്ചറിൽ ചിലപ്പോൾ കുറേ എംപ്ലോയീസ് പോകാനോ അല്ലെങ്കിൽ പെൻഷൻ എമൗണ്ട് ഇത്രയൊന്നും നിൽക്കാത്ത കാരണങ്ങളൊക്കെ കാണും. കാരണം കമ്പനിക്ക് അറിയാം ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചൊക്കെ മാക്സിമം ഒരു ആവറേജിലൊരു 1.5 years ഒക്കെ ഒരു എംപ്ലോയീസ് ഒരു കമ്പനി നിൽക്കാറുള്ളൂ. So even though they comes under the pension scheme, there is a very less chance that they will continue with the company for so long time. Okay, അപ്പോൾ ആ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ ആക്ച്വറീസ് പറയുകയാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരത്തില്ല, നിങ്ങൾക്ക് കോൺട്രിബ്യൂഷനിൽ നിന്നൊരു ബ്രേക്ക് ഒക്കെ എടുക്കാം. ഓർ അതിൻ്റെ പറയുന്ന ടെക്നിക്കൽ ടൈമാണ് കോൺട്രിബ്യൂഷൻ ഹോളിഡേയ്സ് എന്ന് പറയും. ദാറ്റ് ഈസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യേണ്ട വരത്തില്ല, ഒരു വർഷം ചിലപ്പോൾ കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി യു ഹാവ് ഇനഫ് അസറ്റ്സ് ടു പേ ദ പെൻഷൻ ലയബിലിറ്റി. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഫ്യൂച്ചറിൽ വരാനുള്ള സാധ്യതയാണ് ഈ ക്ലോസിംഗ് നെറ്റ് സർപ്ലസ് വരുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇൻ ദാറ്റ് സെനാരിയോ
whenever we get normally നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെറ്റ് സർപ്ലസ് എമൗണ്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് പറയുന്നത് എന്താണ്, ഈ ഫ്യൂച്ചർ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഈ റീഫണ്ട്സിൻ്റെയും അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ഹോളിഡേയ്സ് കാരണം നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സിൻ്റെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, കോൺട്രിബ്യൂഷൻ ഹോളിഡേയ്സ് കാരണം കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സിൻ്റെയൊക്കെ എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ നിങ്ങൾ എടുക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സേ അങ്ങനെ പ്രസൻറ്റ് വാല്യൂ എടുത്തപ്പോൾ ഒരു 20 million ആണ് വന്നത്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ആ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കിയപ്പോൾ അതിൻ്റെ എമൗണ്ട് എത്രയാണ് വരുന്നത്, 20 million ആണ് വന്നത്. അപ്പോൾ നമ്മൾ നോർമലി ക്ലോസിംഗ് നെറ്റ് അസറ്റും ലയബിലിറ്റിയും കൂടെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 30 million ആണ്. സോ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇൻ ഫ്യൂച്ചർ യു ആർ ഗോയിങ് ടു ഗെറ്റ് സം ബെനിഫിറ്റ്. ആ ബെനിഫിറ്റിൻ്റെ വാല്യൂ നമ്മൾ ശരിക്കും പ്രസൻറ്റ് വാല്യൂ എടുത്ത് നോക്കിയപ്പോൾ എത്രയേ ഉള്ളൂ, 20 million ഉള്ളൂ. ദ ആക്ച്വൽ റിക്കവറബിൾ വാല്യൂ ഈസ് 20 million. അങ്ങനെയാണെങ്കിൽ വിച്ച് എമൗണ്ട് ഷുഡ് ബി ഷോൺ ആസ് യുവർ അസറ്റ്. അപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ട എമൗണ്ട് എന്തായിരിക്കണം ബുക്സിൽ, ഈസ് ഇറ്റ് 30 million ഓർ 20 million? ഏത് എമൗണ്ട് ആയിരിക്കും നമ്മൾ അസറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബുക്സിൽ കാണിക്കുന്ന എമൗണ്ട് പറഞ്ഞേ മക്കളെ? ഇറ്റ് വിൽ ബി 20. കാരണം അസറ്റ് ആക്ച്വലി അതിൻ്റെ വാല്യൂ ഫ്യൂച്ചറിൽ നമുക്ക് ശരിക്കും കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എത്രയേ ഉള്ളൂ, 20 million ഉള്ളൂ. നമ്മുടെ ബുക്സ് പ്രകാരമുള്ള വാല്യൂ ആണ് 30. നോർമലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ ആണ് 30. ഓക്കെ, സോ വെനെവർ വി ഷോ ദിസ് ഇൻ അവർ ബുക്സ്, ആ രണ്ട് എമൗണ്ടിൻ്റെയും ലോവർ എമൗണ്ട് നമ്മൾ എടുക്കണം. ലോവർ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്, ഇറ്റ് ഈസ് 20 million. ഈ എമൗണ്ട് ആയിരിക്കും നമ്മൾ എവിടോട്ട് കാണിക്കുന്നുണ്ടാവുക, അസറ്റ്, നെറ്റ് അസറ്റ്, ക്ലോസിംഗ് പെൻഷൻ അസറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ബുക്സിലേക്ക് കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ വെനെവർ ദർ ഇസ് ആൻ അസറ്റ്, ക്ലോസിങ്ങിൽ അസറ്റ് വരുന്ന സമയത്ത്, നെറ്റ് ചെയ്യുന്ന സമയത്ത് അസറ്റ് വരുന്ന സമയത്ത് നമ്മൾ ആ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂവും ഈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ റീഫണ്ട്സും നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ആൻഡ് വിച്ചർ ഈസ് ലോവർ, ആ എമൗണ്ടിലേക്ക് നമ്മൾ അസറ്റിൻ്റെ വാല്യൂ ക്യാപ്പ് ചെയ്യുക. ഓക്കെ, അതിന് മുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അസറ്റിൻ്റെ വാല്യൂ കീപ്പ് ചെയ്യാൻ പാടില്ല. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വിൽ കോൾ ഇറ്റ് ആസ് അസറ്റ് സീലിംഗ്. ഈ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് നമ്മളെന്ന് പറയുന്നത് അസറ്റ് സീലിംഗ്. കാരണം അസറ്റിൻ്റെ എമൗണ്ട് മാക്സിമം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന, സീലിംഗ് മീൻസ് ടോപ്പ് അല്ലേ, മാക്സിമം എമൗണ്ട് ഓഫ് അസറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ എത്ര ആയിരിക്കും, 20 million ആയിരിക്കും. അപ്പോൾ ഇതും ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റനബിൾ ഏരിയ ആണ് വിച്ച് ഇസ് റിഗാർഡിംഗ് ടു അസറ്റ് സീലിംഗ്. ഓക്കെ, അപ്പോൾ IAS 19 പെൻഷൻ ബെനിഫിറ്റ്സിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് സനാരിയോസും നമ്മൾ ഓർത്തിരിക്കണം. കുറേ പുതിയ ടേംസ് വരുന്നുണ്ട്. കാരണം നമ്മൾ FRൽ പഠിക്കാത്ത ഒരു സനാരിയോ ആയതുകൊണ്ട് തന്നെ യു മേ ഗെറ്റ് കൺഫ്യൂസ് വിത്ത് സം ടേംസ്. അപ്പോൾ അങ്ങനെ ഒരു ടേമാണ് ഈ പറഞ്ഞ അസറ്റ് സീലിംഗ്. അപ്പോൾ എന്താണ് അസറ്റ് സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലോസിങ്ങിൽ പെൻഷൻ അസറ്റും ലയബിലിറ്റിയും കൂടെ നമ്മൾ നെറ്റ് ഓഫ് ചെയ്തപ്പോൾ നെറ്റ് അസറ്റാണ് വന്നത്, സർപ്ലസ് ആണ് വന്നത്. ഈ സർപ്ലസ് എമൗണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഫ്യൂച്ചറിൽ സം ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആക്ച്വലീസ് എന്ത് ചെയ്യും, ഒന്നുകൂടെ ആ ഫ്യൂച്ചർ കിട്ടാൻ പോകുന്ന എമൗണ്ട്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ബെനിഫിറ്റ്സ് മാത്രം വെച്ചിട്ട് ഒന്ന് റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. സോ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുത്തു. ആ പ്രസൻറ്റ് വാല്യൂ നിങ്ങൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസും നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ആൻഡ് വിച്ച് എവർ ഈസ് ലോവർ, ആ എമൗണ്ട് വേണം നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുവരാൻ. സോ വിൽ ക്യാപ് ദ വാല്യൂ ഓഫ് അസറ്റ് വിത്ത് അപ് ടു ദാറ്റ് എമൗണ്ട്. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വിൽ കോൾ ഇറ്റ് ആസ് അസറ്റ് സീലിംഗ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ, അസറ്റ് സീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? അപ്പോൾ അസറ്റ് സീലിംഗ് എന്താണെന്ന് മനസ്സിലായോ? സോ നമ്മൾ ഒന്ന് ക്വിക്ക്ലി IAS 19 ഒന്ന് റിവേഴ്സ് ചെയ്താണ്. സോ അവിടെ മെയിൻലി നമ്മൾ നോക്കേണ്ട പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് ആണ്. അവിടെ തന്നെ രണ്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, കോൺട്രിബ്യൂഷൻ സ്കീമും ബെനിഫിറ്റും. സോ ദർ വിൽ ബി സം ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ സെനാരിയോ. ദാറ്റ് ഈസ് വി നീഡ് ടു ഐഡൻറ്റിഫൈ വെദർ ഇറ്റ്സ് ഡിഫൈൻ കോൺട്രിബ്യൂഷൻ ഓർ ഡിഫൈൻ ബെനിഫിറ്റ്. ഇനി കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ അവിടുത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞേ. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്താ കൊടുക്കുന്നത്, അക്രൂവൽ ബേസിസ് ആണ്. ഇനി ഡിഫൈൻ ബെനിഫിറ്റ് സ്കീം ആണെങ്കിലോ ആ ഒരു നെറ്റ് ഫോർമാറ്റ് എടുത്തിട്ടുള്ളൊരു വാല്യൂ, ആ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് ലൈക്ക് എൻ അമോർട്ടൈസ്ഡ് മോഡലാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓപ്പണിംഗ് പ്ലസ് ഇൻട്രസ്റ്റ്. ഓക്കെ, ആൻഡ് എനി എമൗണ്ട് ദാറ്റ് വി പേ വിൽ ഗെറ്റ് ഡിഡക്റ്റഡ്. ആ ഒരു രീതിയിലോട്ടാണ് ഇവിടെയും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. സോ ദാറ്റ്സ് വാട്ട് വി ഹാവ് സീൻ ഹിയർ. ഇനിയും ഈ ഓരോ കമ്പണൻറ്റിലും ചില അഡീഷണൽ ഫാക്ടേഴ്സ് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അതാണ് ഒന്ന് സർവീസ് കോസ്റ്റ്. സർവീസ് കോസ്റ്റിനകത്ത് 4 ഫാക്ടേഴ്സിന് ഇമ്പാക്റ്റ് വരാം. എന്തൊക്കെയാണ്? കറണ്ട്, പാസ് സർവീസ് കോസ്റ്റ്, സെറ്റിൽമെൻറ്റ് ആൻഡ് കർട്ടൈൽമെൻറ്റ്. ഈ 4 എണ്ണത്തിൻ്റെ ഇമ്പാക്റ്റ് നെറ്റ് ചെയ്തിട്ടാണ് എന്തിലോട്ട് വരുന്നത്, സർവീസ് കോസ്റ്റിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ. ദെൻ ഇനി ഫൈനലി ക്ലോസിങ്ങിൽ എടുക്കുന്ന ആ ഒരു നെറ്റ് അസറ്റ് എമൗണ്ട് ആണ് ഹയർ എങ്കിൽ ആ നെറ്റ് അസറ്റ് എമൗണ്ട് നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്യും, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ റീഫണ്ട്സുമായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യും. സോ ഔട്ട് ഓഫ് ദിസ് 2
എമൗണ്ട്, ഏറ്റവും ലോവർ എമൗണ്ട് വേണം നമ്മൾ അസറ്റായിട്ട് കീപ്പ് ചെയ്യാൻ. സോ വിൽ കീപ്പ് ആൻ അസറ്റ് എന്നൊരു സീലിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് മേലിലോട്ട് അസറ്റ് വെക്കാൻ പാടില്ല. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വി കോൾ ഇറ്റ് ആസ് അസറ്റ് സീലിംഗ്. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ക്യാൻ റിപ്ലൈ ഇൻ ദ ചാറ്റ്? ചാറ്റിലൊന്ന് റിപ്ലൈ ചെയ്യാം മക്കളെ. ഓക്കെ, നമുക്ക് IAS 19 ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു പോകാം. Okay, so can you see this question? Question കാണുന്നുണ്ടോ മക്കളെ? സോ ഇത് പെൻഷൻ സ്കീമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊരു ഗ്രൂപ്പ് റിലേറ്റഡ് സെനാരിയോ ആണ്, പക്ഷേ അതിൽ പെൻഷൻ്റെ ഭാഗമുണ്ട്. ഒരു എക്സിബിറ്റ് IAS 19 ആണ് ടെസ്റ്റ് ചെയ്തേക്കുന്നത്. സോ അവിടെ ക്വസ്റ്റ്യൻ റിക്വയർമെൻ്റ് ഒന്ന് നമുക്ക് ആദ്യം നോക്കാം. റിക്വയർമെൻറ്റ് എന്താണ്? യൂസിങ് ദ പ്രീ പോപ്പുലേറ്റഡ് ഷീറ്റ് exhibit number 1, 2 and 3, update the draft of consolidated part of every adjustment which is required. Okay, the draft statement ആണ്. Okay, IAS 19 ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഡിസ്ക്രൈബ് ദ ഇമ്പാക്ട് if any that defined benefit and defined contribution pension scheme will have on the cash flows of sugar company, assuming that cash flow from operating activities are calculated using indirect method. Okay, അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് എന്തെങ്കിലും ഇമ്പാക്റ്റ് വരുമോ യൂസിങ് പെൻഷൻ സ്കീം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇഫ് യു ലുക്കിംഗ് അറ്റ് ദ ഫോർമാറ്റ്, നമ്മുടെ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് ഡയറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ക്യാഷ് ഫ്ലോയിൽ ഇമ്പാക്റ്റ് വരുന്നത് എന്താണ്? പെൻഷൻ സ്കീം കാരണം ഡയറക്റ്റ്ലി ക്യാഷ് ഫ്ലോയിൽ ഇമ്പാക്റ്റ് വരുന്നൊരു കാര്യം എന്താണ്? പറഞ്ഞേ. ഡയറക്റ്റ്ലി ക്യാഷ് ഫ്ലോയിൽ ഇമ്പാക്റ്റ് വരുന്ന ഒരു ഐറ്റം എന്താണ്? വിച്ച് ഈസ് കോൺട്രിബ്യൂഷൻ ടു ദ സ്കീം. നമ്മൾ ഈ വർഷം എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ വി നോ ദാറ്റ് വിൽ ആക്ച്വലി റെഡ്യൂസ് യുവർ ഓവറോൾ ലയബിലിറ്റി. നമ്മുടെ ലയബിലിറ്റി വാല്യൂസിനൊക്കെ കുറയ്ക്കുന്ന ഒരു ഐറ്റം ആണത്. ഓക്കെ, ആസ് വെൽ ആസ് ദാറ്റ് വിൽ ബി ഗോയിങ് ഡയറക്ട്ലി ടു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആസ് വെൽ. ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ് ക്യാഷ് ഫ്ലോസിൽ, അല്ലേ? ഫൈൻ. സോ ആഫ്റ്റർ കമ്മിങ് ടു ദിസ് ക്വസ്റ്റ്യൻ, ആ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിയേ. ഷുഗർ ഈസ് ദ ഓൺലി എൻറ്റിറ്റി ഓഫ് ദ ഗ്രൂപ്പ് വിച്ച് ഓപ്പറേറ്റ് ഡിഫൈൻഡ് ബെനിഫിറ്റ് സ്കീം. ദ പെൻഷൻ സ്കീം ഇൻക്രീസ്ഡ് ഫ്രം ദ 1.175 million to 8.368 million. അപ്പോൾ ഓപ്പണിംഗ് വാല്യൂ 1.175 million ആണ്. അതിൽ നിന്ന് 6.368 million ലയബിലിറ്റിയുടെ വാല്യൂ കൂടുന്നു. ദ മൂവ്മെൻറ്റ് ഓൺ ദ പെൻഷൻ ലയബിലിറ്റി റെപ്രസെൻറ്റ്സ് ദ സർവീസ് കോസ്റ്റ്. ആ മൂവ്മെൻറ്റ് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സർവീസ് കോസ്റ്റ് ആണ്. ആൻഡ് ദ നെറ്റ് ഇൻട്രസ്റ്റ് കമ്പണൻറ്റ് ആൻഡ് ഓൾസോ റീമെഷർമെൻറ്റ് കമ്പണൻറ്റ്. അപ്പോൾ ഈ വാല്യൂ 1.175 നിന്ന് 6.368 ആവാൻ കാരണം 3 ഫാക്ടേഴ്സാണ് അവർ പറഞ്ഞത്. സർവീസ് കോസ്റ്റും നെറ്റ് ഇൻട്രസ്റ്റ് കമ്പണൻറ്റും റീമെഷർമെൻറ്റ് കമ്പണൻറ്റും. അപ്പോൾ ഇത് മൂന്നും എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഈ 3 ഐറ്റംസും എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ഷുഗർ കമ്പനി യൂഷ്വലി മേക്സ് ക്യാഷ് കോൺട്രിബ്യൂഷൻ ഇൻ ദ സ്കീം ഓൺ ആനുവൽ ബേസിസ് ടുവേർഡ്സ് ദ ഇയർ എൻഡ്. ഇപ്പോൾ നോർമലി ക്യാഷ് കോൺട്രിബ്യൂഷൻസ് ഇയർ എൻഡിലാണ് അവർ കൊടുക്കുന്നത്. ദ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ ദ പെൻഷൻ ഒബ്ലിഗേഷൻ ഫോർ ദ ഇയർ എൻഡ് 30 June 2008 വാസ് ബിക്കോസ് ദ കോൺട്രിബ്യൂഷൻ ടു ദ സ്കീം ഡിഡ് നോട്ട് ഫോളോ ദ നോർമൽ പ്രാക്ടീസ് were instead made in July 2008. അപ്പോൾ കമ്പനിയുടെ ഇയർ എൻഡ് എന്നാണ്? ലെറ്റ്സ് സേ ഒരു ജൂണോ അല്ലെങ്കിൽ മാർച്ചോ ഒക്കെ ആയിരിക്കും. അപ്പോൾ കമ്പനിയുടെ ഇയർ എൻഡ് ജൂണാണ്. ഓക്കെ, പക്ഷേ നമ്മൾ ക്യാഷ് കോൺട്രിബ്യൂഷൻ കൊടുത്ത എന്നാണ്? ജൂലൈയിലാണ്. സോ ദ കോൺട്രിബ്യൂഷൻ ആക്ച്വലി ഹാപ്പൻഡ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് പീരീഡ്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷമൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു ഡിഡക്ഷൻ വന്നില്ല. അപ്പോൾ ഈ ഡിഡക്ഷൻ വരാത്തത് കൊണ്ട് എല്ലാ ഐറ്റവും നമ്മൾ നോക്കിയത് ഇൻട്രസ്റ്റ് കമ്പണൻറ്റ്, സർവീസ് കോസ്റ്റ്, ഇതൊക്കെ ലയബിലിറ്റിനെ കൂട്ടുന്ന ഐറ്റംസാണ്. അപ്പോൾ അത് മാത്രമേ ഇമ്പാക്റ്റ് വന്നിട്ടുള്ളൂ. അത് കാരണമാണ് ലയബിലിറ്റി ഇത്രത്തോളം കൂടിയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ വർഷം കോൺട്രിബ്യൂഷൻ ഒന്നും നടക്കാത്തത് കൊണ്ട് ഈസ് ദർ എനി ക്യാഷ് ഫ്ലോ ഇമ്പാക്റ്റ്? ക്യാഷ് ഫ്ലോസിൽ അപ്പം വേറെ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടോ? ഈ വർഷം കോൺട്രിബ്യൂഷൻ ഒന്നും നടക്കാത്തതുകൊണ്ട് ക്യാഷ് ഫ്ലോസിൽ വേറെ എന്തെങ്കിലും ഇമ്പാക്റ്റ് വരുമോ? ചേട്ടിലൊന്ന് പറഞ്ഞേ. ഈ വർഷം ക്യാഷ് ഫ്ലോ കോൺട്രിബ്യൂഷൻ ഒന്നും നടക്കാത്തതുകൊണ്ട് ഡയറക്റ്റ് they are not making any contribution to the scheme എന്ന് പറഞ്ഞു. ബിക്കോസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ആഫ്റ്റർ ദി ഇയർ എൻഡ്. അപ്പോൾ ഈ വർഷത്തെ നമ്മളെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ വിൽ ദെയർ ബി എനി ഇമ്പാക്റ്റ് ഓർ നോട്ട്? എന്തെങ്കിലും ഇമ്പാക്റ്റ് വരുമോ? ക്യാൻ യു റിപ്ലൈ ഇൻ ദ ചാറ്റ്? ചാറ്റിലൊന്ന് പറഞ്ഞേ.
ഇല്ല, ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഒന്നും വരത്തില്ല. പക്ഷെ നമ്മൾ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് നമ്മൾ ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യുന്ന ഏത് മെത്തേഡിലാണെന്നാണ് പറയുന്നത്? ക്യാഷ് ഫ്ലോ ഈസ് ബീയിങ് പ്രിപ്പയർഡ് യൂസിങ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്താണ്. എന്താണ് ഈ ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ പ്രത്യേകത? ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്താ? ഓക്കെ, ഹൗ വിൽ യു പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഇൻഡയറക്റ്റ് മെത്തേഡ്? നമ്മൾ ആദ്യം എന്ത് ചെയ്യും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എടുക്കും, അതിലോട്ട് നമ്മൾ നോൺ ക്യാഷ് ഐറ്റംസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലേ? ദാറ്റ് ഈസ് നമ്മൾ ബുക്സിൽ ഇപ്പം ലെറ്റ്സ് എ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ബുക്സിൽ P&L എന്താ ചെയ്യുന്നത്? എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. ബട്ട് വെൽ പ്രിപ്പയറിങ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളത് എന്ത് ചെയ്യും? ആഡ് ചെയ്യും, ബിക്കോസ് ഇറ്റ്സ് എ നോൺ ക്യാഷ് ഐറ്റം. ദ സെയിം വേ ഇമ്പയർമെൻറ്റ്, വി നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് എ ക്യാഷ് ഫ്ലോ ബട്ട് P&L എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്ന ഐറ്റം ആണ്. അത് നമ്മളപ്പോൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ വിൽ ആഡ് ഇറ്റ് ബാക്ക്. ഓക്കെ, സോ നോൺ ക്യാഷ് ഐറ്റംസ് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ ഈ കമ്പനിക്ക് എന്തുണ്ട് ആക്ച്വലി? ഇവിടെ ഈ കമ്പനിക്ക് നോൺ ക്യാഷ് ഐറ്റമായിട്ട് എന്താ ഉള്ളത്? സർവീസ് കോസ്റ്റ് കമ്പണൻറ്റ്, ദാറ്റ് ഈസ് ഓൾറെഡി ചാർജ്ഡ് എന്ന് പറയുന്നുണ്ട്. ഈ ഓൾറെഡി ചാർജ് ചെയ്ത സർവീസ് കോസ്റ്റ് കമ്പണൻറ്റ് P&L എക്സ്പെൻസ് ആയിട്ടല്ലേ പോകുന്നത്? ഓക്കെ, സർവീസ് കോസ്റ്റ് കമ്പണൻറ്റ് P&L എക്സ്പെൻസ് ആയിട്ടാണ് പോകുന്നത്, ബട്ട് ഇറ്റ് ഈസ് എ നോൺ ക്യാഷ് ഐറ്റം ആസ് വെൽ. സോ അങ്ങനെയാണെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് വരുന്ന സമയത്ത്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് ക്യാഷ് ഫ്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇമ്പയർമെൻറ്റും ഡിപ്രീസിയേഷനും ഒക്കെ പോലെ തന്നെ നമുക്ക് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെന്തെന്ന് പറയുന്നത് ഈ സർവീസ് കോസ്റ്റ് കമ്പണൻറ്റ്. ഈ സർവീസ് കോസ്റ്റ് കമ്പണൻറ്റ്, അതേപോലെ തന്നെ ഇഫ് യു ലുക്ക് അറ്റ് ഹിയർ നെറ്റ് ഇൻട്രസ്റ്റ് കമ്പണൻറ്റ്, ഇതൊക്കെ ഇൻട്രസ്റ്റ് അക്രൂ ആവുന്ന എമൗണ്ട്സ് ആണ്. അഗെയിൻ ദിസ് ഈസ് നോട്ട് എ ക്യാഷ് ഫ്ലോ. ഓക്കെ, അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം? അതും നമുക്ക് തിരിച്ച് ആ നെറ്റ് ഇൻട്രസ്റ്റ് കമ്പണൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബുക്സിലോട്ട് ഈ പറയുന്ന ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ നെറ്റ് ഇറ്റ് ഓഫ്. എങ്ങനെ നെറ്റ് ഇറ്റ് ഓഫ് ചെയ്യുന്നത്? വിൽ ആഡ് ഇറ്റ് ബാക്ക്. അപ്പോൾ ഇങ്ങനെ ആഡ് ബാക്ക് ചെയ്യുന്ന സമയത്ത് ഇഫ് യു ലുക്ക് അറ്റ് ദ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നത് കേട്ടോ. ദീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ ഹാപ്പനിങ് അണ്ടർ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. സോ ക്യാഷ് ഫ്ലോ ഇമ്പാക്റ്റ് ഓൺ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എഫേഴ്സിൽ ഇങ്ങനെ IAS 19 പ്രകാരം ക്യാഷ് ഫ്ലോ ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഒന്നും ഈ സെനാരിയോയിലില്ല, കാരണം കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുക്കാത്തതുകൊണ്ട്. അഥവാ കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ആ എമൗണ്ട് ഡയറക്റ്റ്ലി ഇവിടുന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിച്ചേനെ. കോൺട്രിബ്യൂഷൻ ടു സ്കീം നമ്മൾ ആ ഒരു ഔട്ട്ഫ്ലോ പോലെ കാണിച്ചേനെ. പക്ഷേ ഇവിടെ കോൺട്രിബ്യൂഷൻ 0 ആണ് ഈ വർഷം. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് it will not have any cash flow impact because of IAS 19. There will be two impact. That is നമ്മൾ ഈ എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വെച്ച് ബുക്സിലേക്ക് ആഡ് ബാക്ക് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് കോൺട്രിബ്യൂഷൻ ടു ദ സ്കീം ഓഫ് 0.4 million ആണുള്ളത് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി റിഫ്ലെക്ട്സ് അക്രൂവൽ ആസ്പെക്ട് ഓഫ് 0.01 million. അപ്പോൾ ഈ പറയുന്ന എമൗണ്ട് 2 million ആണ് നമ്മൾ പേ ചെയ്തതെങ്കിലും 2 million എന്തായിട്ട് വരുന്നുണ്ട്? നെക്സ്റ്റ് ഇയറിലാണ് വരുന്നത്, നെക്സ്റ്റ് പീരീഡിലാണ് വരുന്നത്. ബട്ട് അത് നമുക്കിപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ബട്ട് ദേ ആർ 2 impacts. എന്താണ് 2 impacts വരുന്നത് ഈ ക്വസ്റ്റ്യൻ പ്രകാരം? ആ സർവീസ് കോസ്റ്റ് കമ്പണൻറ്റിൻ്റെയും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് കമ്പണൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യുമ്പം ആഡ് ബാക്ക് ചെയ്യണം യൂസിങ് ഇൻഡയറക്റ്റ് മെത്തേഡ്. സോ വി കനോട്ട് സേ ദാറ്റ് ദർ ഇസ് നോ ഇമ്പാക്ട് ആസ് ഹോൾ. ദർ ഇസ് സം ഇമ്പാക്ട്. എന്താണ് ഇമ്പാക്റ്റ്? ആ സർവീസ് കോസ്റ്റും ഇൻട്രസ്റ്റ് കമ്പണൻറ്റും ഒക്കെ നമ്മുടെ നെറ്റ് ക്യാഷ് ഫ്ലോസിനെ കൂട്ടും. ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോനെ എന്ത് കൂട്ടുന്ന എമൗണ്ട് ആണ്. ആ എമൗണ്ട് അത്രയും തന്നിട്ടില്ല, ബട്ട് വി ക്യാൻ സേ ദാറ്റ് വിൽ ആക്ച്വലി ഇൻക്രീസ് യുവർ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ക്യാഷ് ഫ്ലോ. ഓക്കെ ആണോ? ഇത് ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ IAS 19 ഇമ്പാക്റ്റ് 3 ഐറ്റം ആണ് വരുന്നത്. ദാറ്റ് ഈസ് സർവീസ് കോസ്റ്റ്, ഇൻട്രസ്റ്റ് കമ്പണൻറ്റ്, ബിക്കോസ് ദീസ് ആർ ഡയറക്ട്ലി ചാർജിങ് ഇൻ P&L. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ അത് നമുക്ക് തിരിച്ചെന്ത് ചെയ്യാൻ പറ്റും? ആഡ് ബാക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഡയറക്റ്റ്ലി നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് കോൺട്രിബ്യൂഷൻ ടു സ്കീമാണ്. പക്ഷേ ഈ സെനാരിയോയിൽ അത് നമുക്ക് നടക്കത്തില്ല, കാരണം ദ പേയ്മെൻറ്റ് ഈസ് ഡൺ ആഫ്റ്റർ ദ ഇയർ എൻഡ്. ഓക്കെ ആണോ മക്കളെ? ഈസ് എ ക്ലിയർ? ഈ ഒരു പാർട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ബട്ട് ഇൻഡെപ്ത് ആയിട്ട് ഇവിടെ ആകെ ചോദിക്കാൻ പോകുന്നത് ആ ഫോർമാറ്റിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും.
അപ്പോൾ ഓരോന്നിലും എന്തൊക്കെ ഇൻക്ലൂഡ് ആണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ യു ക്യാൻ ഈസിലി ഡീൽ വിത്ത് ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. Can you reply in the chat? Okay ആണോ ഇതെല്ലാവർക്കും? ഈ പെൻഷൻ സ്കീമിൻ്റെ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ. IAS 19 പോലെ തന്നെ അഗെയിൻ ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ആണ് എന്തെന്ന് പറയുന്നത് IFRS 2. IAS 19 പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡാണ് IFRS 2 വിച്ച് ഇസ് ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനോട് നമുക്ക് നോക്കാം. സോ ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റിലോട്ട് വരുമ്പോൾ വി നോ ദാറ്റ് അതും നമ്മൾ IAS 19 ആയിട്ട് റിലേറ്റ് ആവാൻ കാരണം ക്വസ്റ്റ്യനകത്ത് മിക്കവാറും ഈ ഷെയർ ബേസ്ഡ് പേയ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന ആർക്കായിരിക്കും? എംപ്ലോയീസിന് തന്നെ ആയിരിക്കും. സോ എംപ്ലോയീസിന് നമ്മളൊരു ബെനിഫിറ്റ് കൊടുക്കുന്നു ബട്ട് ഇൻ ദ ഫോം ഓഫ് ഷെയർ. ഓക്കെ, അതൊക്കെ നമ്മൾ ഏത് സ്റ്റാൻഡേർഡ് കവർ ചെയ്യും? IFRS 2 കവർ ചെയ്യും. Okay, so IFRS 2 basically covers any share-based payment which you have given in return for the goods or service. ഒരാൾ നമുക്ക് തരുന്ന ഗുഡ്സോ കമ്പനിക്ക് ഇപ്പോൾ എംപ്ലോയി ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ എംപ്ലോയി ആയിക്കോട്ടെ അവർ നമുക്ക് തരുന്ന ഗുഡ്സ് ഓർ സർവീസിന് ഇൻ റിട്ടേൺ നിങ്ങൾ ഷെയർ ബേസ്ഡ് ആണ് പേയ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ ദെൻ ദാറ്റ് വിൽ കം അണ്ടർ IFRS 2. ദാറ്റ് വിൽ കം അണ്ടർ ദ സ്കോപ്പ് ഓഫ് IFRS 2. സോ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസിന് ഇൻ റിട്ടേൺ ആയിട്ട് നമ്മൾ ഷെയർ ബേസ്ഡ് ആണ് പേയ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ അതെവിടെ വരും? ദാറ്റ് വിൽ കം അണ്ടർ IFRS 2. സോ ഈ പറയുന്ന ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റിന് നമ്മൾ ബേസിക്കലി രണ്ട് ഡിഫറൻസിയേഷൻ വരാറുണ്ട്. രണ്ട് ടൈപ്പ് ഷെയർ ബേസ് ഉണ്ട്. ഇക്വിറ്റി സെറ്റിൽഡ് ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ക്യാഷ് സെറ്റിൽഡ് ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ് ഉണ്ട്. ഓക്കെ, ഈ ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റിന് തന്നെ രണ്ട് ഡിഫറൻസിയേഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? ഇക്വിറ്റി സെറ്റിൽഡും ക്യാഷ് സെറ്റിൽഡും. അതിൽ എന്താണ് ഇക്വിറ്റി സെറ്റിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് ചിലപ്പോൾ നമുക്ക് തരുന്ന സർവീസിന് ഇൻ റിട്ടേൺ നമ്മൾ ഷെയറിൻ്റെ ബേസിലായിരിക്കും എന്ത് കൊടുക്കുന്നുണ്ടാവുക? റിട്ടേൺ കൊടുക്കുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ബൈ ഇഷ്യൂയിങ് ഷെയർസ്. അതുകൊണ്ടാണ് ഇതിന് ഇക്വിറ്റി സെറ്റിൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ എംപ്ലോയീസിന് ഷെയർ ഓപ്ഷൻ കൊടുക്കും. ഷെയർ ഓപ്ഷൻ മീൻസ് ദേ വിൽ ഹാവ് ദ റൈറ്റ് ടു പർച്ചേസ് ഷെയർസ് ഇൻ ദ ഫ്യൂച്ചർ. സോ വെൻ ദ ഇഷ്യൂസ് ദ ഷെയർസ് ഒബ്വിയസ്ലി അപ്പുറത്ത് നിൽക്കുന്ന ആൾ പർച്ചേസ് ചെയ്യും. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി ഇവിടെ സെറ്റിൽമെൻറ്റ് നടക്കുന്നത് ഇൻ ദ ഫോം ഓഫ് ഷെയർസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഷെയർ ഓപ്ഷൻസ് ഒക്കെയാണ്. സോ ഇഫ് യു ആർ ഓഫറിങ് ഷെയർ ഓപ്ഷൻസ് ടു എംപ്ലോയീസ് അതൊക്കെ എന്തിൽ വരും? ദാറ്റ് വിൽ കം അണ്ടർ ഇക്വിറ്റി സെറ്റിൽഡ് ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ് സ്കീം. ഇതേപോലെ തന്നെ ക്യാഷ് സെറ്റിൽഡ് ഉണ്ട്. ക്യാഷ് സെറ്റിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഇവിടെ പേയ്മെൻറ്റ് നടക്കുന്നത് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ആയിരിക്കും. ഓക്കെ, പേയ്മെൻറ്റ് വിൽ ബി ഹാപ്പനിങ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പേയ്മെൻറ്റ് ക്യാഷായിട്ട് നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഷെയർ അപ്രീസിയേഷൻ റൈറ്റ്സ് SIR എന്ന് പറയും. ഓക്കെ, ഷെയർ അപ്രീസിയേഷൻ റൈറ്റ്സ്. ഒരു ഷെയറിൻ്റെ വാല്യൂ എന്താണോ കൂടിയത് ദാറ്റ് വിൽ ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ബട്ട് അഗെയിൻ ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ഷെയർസ്. അപ്പോൾ അതും ഒരു കൈൻഡ് ഓഫ് ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ സെറ്റിൽമെൻറ്റ് നടത്തുന്നത് എന്തിലാണ്? സെറ്റിൽമെൻറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. അപ്പോൾ രണ്ട് ടൈപ്പ് സെറ്റിൽമെൻ്റ് ആണ് IFRS 2 കവേർഡ് ആവുന്നത്, വിച്ച് ഈസ് ഇക്വിറ്റി സെറ്റിൽഡ് ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ് ആൻഡ് ക്യാഷ് സെറ്റിൽഡ് ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതൊരു ഇക്വിറ്റി സെറ്റിൽഡ് ആണോ ക്യാഷ് സെറ്റിൽഡ് ആണോ എന്നുള്ളത്. അത് പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ക്വസ്റ്റ്യനകത്തിൽ ഇപ്പം ഷെയർ ഓപ്ഷൻ എന്നൊക്കെ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ഈസിലി വി ക്യാൻ ഐഡൻറ്റിഫൈ ഇറ്റ് ഈസ് ഷെയർ ഓപ്ഷൻസ്. സോ അൾട്ടിമേറ്റ്ലി സെറ്റിൽമെൻറ്റ് നടക്കുന്നത് ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. സോ ദെൻ ഇറ്റ് ഈസ് ഇക്വിറ്റി സെറ്റിൽഡ് ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ്. ഓൺ ദ അതർ ഹാൻഡ് ഇതിപ്പോൾ ഒരു ഷെയർ അപ്രീസിയേഷൻ റൈറ്റ്സ്. ഇപ്പോൾ ഷെയർ അപ്രീസിയേഷൻ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അൾട്ടിമേറ്റ്ലി സെറ്റിൽമെൻറ്റ് നടക്കുന്നത് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ആണ്. അപ്പോൾ ഷെയർ അപ്രീസിയേഷൻ റൈറ്റ്സ് അല്ലെങ്കിൽ ഇതിനെ ഒരു ഷോർട്ട് ഫോം യൂസ് ചെയ്യുന്ന SIR എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ കമ്പനി എംപ്ലോയീസിന് SIR ഒക്കെ കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ക്യാഷ് സെറ്റിൽഡ് ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, so whether it is equity settled or cash settled, we have to check to whom we are providing these items. Okay, അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ ഇൻ റിട്ടേൺ ഓഫ് സം സർവീസ് ഓർ ഇൻ റിട്ടേൺ ഓഫ് സം ഗുഡ്സ് ആയിരിക്കും നമ്മൾ ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ് കൊടുക്കുക. സോ ഇൻ റിട്ടേൺ ഓഫ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ സർവീസിന് നമുക്ക് എന്താണ് വി ഹാവ് ടു റെക്കഗ്നൈസ് ആൻ എക്സ്പെൻസ്. ഇപ്പോൾ എസ്പെഷ്യലി എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ അവർ നമുക്ക് സർവീസ് ആയിരിക്കും തരുന്നത്. സോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ വി ഹാവ് ടു റെക്കോർഡ് എക്സ്പെൻസ്. ഓർ ഇനി പുറത്തുനിന്ന് നമ്മൾ അസറ്റ് വല്ലതും വാങ്ങുവാണെങ്കിൽ
ഡെബിറ്റ് അസറ്റിലോട്ട് വരും. ഡെബിറ്റ് വിൽ ഗോ ടു അസറ്റ്. സോ വി നോ കോമൺലി അസറ്റും എക്സ്പെൻസും ആണ് ഡെബിറ്റ് ചെയ്യുന്നത്. സോ ഡെബിറ്റ് സൈഡ് എപ്പോഴും എക്സ്പെൻസിലോട്ടോ അസറ്റിലോട്ടോ പോകും, ക്രെഡിറ്റ് എന്തിലോട്ട് പോകുമെന്നാണ് നമ്മുടെ കൺഫ്യൂഷൻ. ഇക്വിറ്റി സെറ്റിൽഡ് ആണെങ്കിൽ, ഓക്കെ, ഇൻ കേസ് ഓഫ് ഇക്വിറ്റി സെറ്റിൽഡ് ഷെയർ ബേസ് പേയ്മെൻറ്റ്, ഇക്വിറ്റി സെറ്റിൽഡ് ഷെയർ ബേസ് പേയ്മെൻറ്റ് ആണെങ്കിൽ then in that scenario we know that the settlement will ultimately happen in shares. അപ്പോൾ ക്രെഡിറ്റ് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഇക്വിറ്റിയിലോട്ടായിരിക്കും പോകുന്നത്. The credit will go to equity. But on the other hand, cash based share based payment ആണെങ്കിൽ, ക്യാഷ് സെറ്റിൽ ഷെയർ ബേസ് പേയ്മെൻറ്റ് ആണെങ്കിൽ അവിടെ ഡെബിറ്റ് എക്സ്പെൻസ് ഓർ അസറ്റ്, ബട്ട് ക്രെഡിറ്റ് പോകുന്നത്, സോ ഇൻ ഫ്യൂച്ചർ യു ഹാവ് എൻ ഒബ്ലിഗേഷൻ ടു പേ ക്യാഷ്. അപ്പോൾ ക്രെഡിറ്റ് പോകുന്നത് എന്തിലോട്ടായിരിക്കും? ലയബിലിറ്റിയിലോട്ടായിരിക്കും. സോ ഇതാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇക്വിറ്റി സെറ്റിലിൻ്റെ അക്കൗണ്ടിങ് എൻട്രി എന്താണ്? ഡെബിറ്റ് എക്സ്പെൻസ് ഓർ അസറ്റ്, ക്രെഡിറ്റ് വിൽ ഗോ ടു ഇക്വിറ്റി ബിക്കോസ് സെറ്റിൽമെൻറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ഫ്യൂച്ചർ ഇൻ ദ ഫോം ഓഫ് ഷെയർസ്. ഷെയർസ് ആണ് നമ്മളോട് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് വെൻ ഇറ്റ്സ് കംസ് ടു ക്യാഷ് സെറ്റിൽ ഷെയർ ബേസ് പേയ്മെൻറ്റ്, അൾട്ടിമേറ്റ്ലി നമ്മളിവിടെ ഫ്യൂച്ചറിൽ പേ ചെയ്യുന്നത് എന്താണ്? ക്യാഷ് ആണ്. വി ആർ സെറ്റിലിംഗ് ദം ഇൻ ക്യാഷ്. സോ വി ഹാവ് എൻ ഒബ്ലിഗേഷൻ ടു പേ ക്യാഷ്. അപ്പോൾ ആ ക്രെഡിറ്റ് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ക്രെഡിറ്റ് വിൽ ഗോ ടു ലയബിലിറ്റി അക്കൗണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? Can you reply in the chat, guys? ചാറ്റിലൊന്ന് റിപ്ലൈ ചെയ്യണോ? അപ്പോൾ രണ്ട് ടൈപ്പ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ പഠിച്ചേക്കുന്നത് ഇപ്പോൾ, ഇക്വിറ്റി സെറ്റിൽഡും ക്യാഷ് സെറ്റിൽഡും. Is it done everyone? അത് ക്ലിയർ ആണോ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്? പെർഫെക്റ്റ്, യെസ്. അപ്പോൾ ഇതിൽ തന്നെ ഇക്വിറ്റി സെറ്റിൽഡ് നമ്മൾ ഇത്രയൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇക്വിറ്റി സെറ്റിൽഡിലോട്ട് നമ്മളിനി ആദ്യം നോക്കുവാണെങ്കിൽ, വി നോ ദാറ്റ് ഇക്വിറ്റി സെറ്റിൽമെൻറ്റ് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന എംപ്ലോയീസിനായിരിക്കും. Sometimes we will give to employees and sometimes it can even happen to non-employees as well. ചിലപ്പോൾ നമുക്ക് ആർക്കും കൊടുക്കാം, ഇത് non-employeesന് നമുക്ക് കൊടുക്കാം. So we can give it to non-employees as well. So if you are giving it to employeesനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, we have to understand that then ഇതിൻ്റെ measurement should be done as per the fair value of നമ്മൾ കൊടുക്കുന്ന ഷെയർ ഓപ്ഷൻ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇറ്റ്സ് ലൈക്ക് ആൻ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ആ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ഫെയർ വാല്യൂ നോക്കുക അറ്റ് ദ ഗ്രാൻഡ് ഡേറ്റ്. നമ്മൾ അവർക്ക് ഈ ഓപ്ഷൻ കൊടുക്കുന്ന ഗ്രാൻഡ് ഡേറ്റ് ഉണ്ടല്ലോ, ഏത് ദിവസമാണോ നമ്മൾ ഈ പറയുന്ന ഓപ്ഷൻ അവർക്ക് ഓഫർ ചെയ്യുന്നത്, ആ ഓഫർ ചെയ്യുന്ന ദിവസത്തെ, ആ ഗ്രാൻഡ് ചെയ്യുന്ന ദിവസത്തെ ഫെയർ വാല്യൂ എടുക്കുക. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫെയർ വാല്യൂ എടുക്കുക. കാരണം അവർ നമുക്ക് തരുന്ന സർവീസാണ്, അതിനൊരു വാല്യൂ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എംപ്ലോയീസ് നമുക്ക് തരുന്ന സർവീസിൻ്റെ വാല്യൂ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ ബെറ്റർ നമ്മൾ അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫെയർ വാല്യൂ എന്താണോ അതിൻ്റെ ബേസിൽ നമുക്ക് മെഷർമെൻറ്റ് എടുക്കാം. ഓക്കെ, ഇനി നോൺ എംപ്ലോയീസ് ആണെങ്കിൽ, നോൺ എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാളാണ് നമുക്ക് ഗുഡ്സ് ഓർ സർവീസ് വരുന്നത് അല്ലേ. സോ ഒബ്വിയസ്ലി ആ പുറത്തുനിന്ന് വരുന്ന ഗുഡ്സ് ഓർ സർവീസിന് എന്ത് കാണും? ആ പുറത്തുനിന്ന് നമുക്ക് ഇടുന്ന ഗുഡ്സ് ഓർ സർവീസിന് ഒരു മാർക്കറ്റ് വാല്യൂ കാണും, അല്ലെങ്കിൽ ഒരു ലിസ്റ്റിംഗ് പ്രൈസ് കാണും. സോ ആദ്യം നിങ്ങൾ നോക്കുക ദ ഫെയർ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. അവർ നമുക്ക് തരുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിൻ്റെ ഫെയർ വാല്യൂ നിങ്ങൾക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇഫ് നോട്ട്, ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അഗെയിൻ നമ്മളിപ്പോൾ മറ്റേ സെനാരിയിൽ കണ്ട പോലെ തന്നെ നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ കൊടുത്ത ആ ഗുഡ്സ് ഓർ സർവീസ് ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂ തന്നെ എടുക്കുക. ആ മെഷർമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നമുക്ക് തന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിൻ്റെ ഫെയർ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ അങ്ങോട്ട് കൊടുത്ത ഷെയർ ഓപ്ഷൻ്റെ ഫെയർ വാല്യൂ എടുക്കുക. സെയിം ആസ് ഫസ്റ്റ് ഓപ്ഷൻ, എംപ്ലോയീസിന് നമ്മൾ ചെയ്ത അതേ മെഷർമെൻറ്റ് ഓപ്ഷൻ.
ഓക്കെ ആണല്ലോ. സോ ഹൗ വിൽ യു മെഷർ ഇറ്റ് എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ അക്കൗണ്ടിങ് എൻട്രി നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് മെഷർമെൻ്റ് ആയിരുന്നു. സോ മെഷർമെൻറ്റ് ഷുഡ് ബി ഡൺ ആസ് പെർ ദ ഫെയർ വാല്യൂ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ ഗ്രാൻഡ് ഡേറ്റ്. ഓർ ഇഫ് ഇറ്റ്സ് നോൺ എംപ്ലോയീസ്, അവർ നമുക്ക് തന്ന ഗുഡ്സോ സർവീസിൻ്റെ ഫെയർ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ നോക്കുക. ആ ഫെയർ വാല്യൂ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ അങ്ങോട്ട് കൊടുത്ത ഇൻസ്ട്രുമെൻ്റിൻ്റെ വാല്യൂ എടുക്കത്തുള്ളൂ. സെയിം ആസ് എംപ്ലോയീസിൻ്റെ ആ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യത്തുള്ളൂ. ഓക്കെ ആണോ? Is it clear everyone? Fine. So now what we have to understand is ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ നടക്കുന്നത് ഒരു 1 ഇയറിലേക്ക് ആയിരിക്കത്തില്ല നോർമലി. ഓക്കെ, ലെറ്റ്സ് സേ ഇപ്പോൾ അവർ പറയുവാണ് യു ഹാവ് ടു സ്റ്റേ ഇൻ ദ കമ്പനി ഫോർ 3 years. നെക്സ്റ്റ് 3 വർഷം നമ്മൾ ഈ കമ്പനിയിൽ നിന്ന് കഴിഞ്ഞാൽ വിൽ ഗീവ് യു ദി ഷെയർ ഓപ്ഷൻസ് ഓർ ഷെയർ വാലൻസ് അങ്ങനെ വല്ലതും പറയുകയാണെന്ന് വെച്ചു. അപ്പോൾ അവിടെ ദർ ഇസ് എ 3 ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഫസ്റ്റ് നമ്മൾ ഈ ഓപ്ഷൻ ഗ്രാൻഡ് ചെയ്യുന്നൊരു ഡേറ്റ് ഉണ്ട്. ദെൻ 3 years കൊണ്ട് നമുക്ക് ആ കമ്പനി നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഷെയർ ഓപ്ഷൻ കിട്ടത്തുള്ളൂ. സോ ആ കണ്ടീഷൻ നമ്മൾ മീറ്റ് ചെയ്യാൻ ഒരു ടൈം പീരീഡ് എടുക്കുന്നുണ്ട്. സോ കണ്ടീഷൻ മീറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ആ ടൈം പീരീഡിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വിൽ കോൾ ഇറ്റ് ആസ് വെസ്റ്റിംഗ് പീരീഡ് എന്ന് പറയും. ഓക്കെ, ആ കണ്ടീഷൻ ഇപ്പോൾ 3 years ആണ് ഈ കമ്പനി നിൽക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 years ആണ് നമ്മുടെ വെസ്റ്റിംഗ് പീരീഡ്. സോ വൺസ് എ കണ്ടീഷൻ ഈസ് മെറ്റ്, അതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ സാധനം എക്സസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആ ഷെയർ ഓപ്ഷൻ അപ്പോൾ അവർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത് ഈ വെസ്റ്റിംഗ് പീരീഡ് മീറ്റ് ചെയ്യുന്നതിന് ശേഷമാണ്. ഓക്കെ, സോ വെനെവർ വി ആർ കാൽക്കുലേറ്റിംഗ് ദിസ് എമൗണ്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ എക്സ്പെൻസ് എന്ന് പറയുന്നത് കമ്പനിക്ക് ഇൻകർ ആവുന്നതാണ്. ബട്ട് 3 വർഷം അവർ കമ്പനി നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നത്, അല്ലേ? സോ ദേ ലിറ്ററലി പ്രൊവൈഡ്സ് ദ ബെനിഫിറ്റ് ഫോർ 3 years. അപ്പോൾ 3 years കൊണ്ടാണ് അവർ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത്. അത് കഴിയുമ്പോഴേ നമുക്ക് എക്സ്പെൻസ് ഇൻകർ ആവുന്നുള്ളൂ. സോ ആസ് വി ഹാവ് ഡിസ്കസ്ഡ് വിത്ത് റെസ്പെക്ട് ടു പെൻഷൻ, അപ്പോൾ ഇവർ എക്സസൈസ് ചെയ്യുമ്പോഴാണോ ഇതിനെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടത്, അതോ അവർ നമുക്ക് സർവീസ് തരുന്ന പീരീഡിലാണോ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടത്? നമ്മൾ IAS 19 എടുത്ത സെയിം കൺസെപ്റ്റ്. അപ്പോൾ അവർ 3 years വർക്ക് ചെയ്താലാണ് നമ്മൾ ഷെയർ ഓപ്ഷൻ കൊടുക്കുന്നത്. കമ്പനിക്ക് ശരിക്കും ബെനിഫിറ്റ് കിട്ടുന്നത് അവർ 3 years വർക്ക് ചെയ്യുമ്പോഴാണ്. സോ വാട്ട് എവർ ദ എക്സ്പെൻസ് ദാറ്റ് യു ഹാവ് കാൽക്കുലേറ്റഡ് ഹിയർ, നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സ്പെൻസ്, ഈ മെഷർമെൻറ്റ് വഴി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം, ദാറ്റ് ഷുഡ് ബി അലക്കേറ്റഡ് ഡ്യൂറിങ് ദ വെസ്റ്റിംഗ് പീരീഡ്. കാരണം വെസ്റ്റിംഗ് പീരീഡിലാണ് ആ പർട്ടിക്കുലർ കമ്പനിക്ക് ഈ എംപ്ലോയീസിനെ കൊണ്ട് ആ ബെനിഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, സോ വാട്ട് എവർ ദ എക്സ്പെൻസ് ദാറ്റ് യു ഹാവ് കാൽക്കുലേറ്റഡ്, അത് നമ്മൾ ഇപ്പോൾ ലെറ്റ്സ് സേ 3 years ആണ്. ഇപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എന്താണെന്ന് നോക്കുക. അപ്പോൾ ആ ടോട്ടൽ എക്സ്പെൻസിൻ്റെ ഫസ്റ്റ് ഇയർ നമ്മൾ ഒരു ടോട്ടൽ എക്സ്പെൻസ് എടുക്കുക. അതിൻ്റെ 3 out of 1 year അവർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 1/3 ഫസ്റ്റ് ഇയർ ചാർജ് ചെയ്യും. ഓക്കെ, ദെൻ ആ ടോട്ടൽ എക്സ്പെൻസിൻ്റെ ഒരു 2 years കംപ്ലീറ്റ് ആകുമ്പോൾ അപ് ടു 2 yearsൻ്റെ എക്സ്പെൻസ് നമുക്ക് സെക്കൻഡ് ഇയർ ആകുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യാം. ഇനി തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും വി ക്യാൻ റെക്കഗ്നൈസ് ദ ടോട്ടൽ എക്സ്പെൻസ്, ദാറ്റ് ഈസ് ദേ ഹാവ് കംപ്ലീറ്റഡ് 3 years. അപ്പോൾ 3/3 നമുക്ക് എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. സോ വാട്ട് എവർ ദ ടോട്ടൽ എക്സ്പെൻസ് ദാറ്റ് വി കാൽക്കുലേറ്റ്, അത് നമ്മൾ ഫുള്ളി 1 yearലോട്ടല്ല ചാർജ് ചെയ്യുന്നത്. ദാറ്റ് ഷുഡ് ബി സ്പ്ലിറ്റഡ് ഓവർ ദ പീരീഡ് ഓഫ് 3 years. സോ അത് നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഓക്കെ, ഒരു വർഷം വെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞു ഔട്ട് ഓഫ് 3. സോ ടോട്ടൽ എക്സ്പെൻസിൻ്റെ 1/3 റെക്കഗ്നൈസ് ചെയ്യുക. സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പം 2/3 റെക്കഗ്നൈസ് ചെയ്യുക. തേർഡ് ഇയറിൽ വരുമ്പം 3/3 റെക്കഗ്നൈസ് ചെയ്യുക. സോ എവറി ഇയർ വിൽ റെക്കഗ്നൈസ് ദാറ്റ് മൂവ്മെൻറ്റ്. നമ്മൾ ആ മൂവ്മെൻറ്റ് വേണം എങ്ങോട്ട് ചാർജ് ചെയ്യാൻ, SOPയിലോട്ട് ചാർജ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഇയറിലെ എക്സ്പെൻസ് നമ്മൾ ഓൾറെഡി റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും എടുത്ത് സെക്കൻഡ് ഇയർ റെക്കഗ്നൈസ് ചെയ്യല്. ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ ലെറ്റ്സ് സേ 10,000 റെക്കഗ്നൈസ് ചെയ്തു. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് 15,000 ആയി ടോട്ടൽ എക്സ്പെൻസ്. സോ സിൻസ് യു ഓൾറെഡി റെക്കഗ്നൈസ് 10,000 ഫസ്റ്റ് ഇയർ, ആ എക്സ്ട്രാ വന്ന 5,000 ആ മൂവ്മെൻറ്റ് എമൗണ്ട് ആയിരിക്കും സെക്കൻഡ് ഇയർ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ദ സെയിം വേ തേർഡ് ഇയറിലും അങ്ങനെ. അപ്പോൾ ആ അഡീഷണൽ എമൗണ്ട്, ആ പ്രൊവിഷനൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ എക്സ്ട്രാ വന്ന ആ മൂവ്മെൻറ്റ് എമൗണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, PNL ചാർജ് ചെയ്താൽ മതി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം. സോ ദിസ് ഈസ് സെയിം. ഈ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ആക്ച്വലി സെയിം ആണ് എന്തിൻ്റെ കേസിൽ, ഇക്വിറ്റി സെറ്റിൽഡ് എംപ്ലോയീസ് ആണെങ്കിലും നോൺ എംപ്ലോയീസ് ആണെങ്കിലും. ഇസ് ഇറ്റ് ക്ലിയർ എവരി വൺ? സോ ഇത് അക്കൗണ്ടിങ് പാർട്ട് ഓക്കെ ആണോ എല്ലാവർക്കും? സോ ഇതിൻ്റെ അക്കൗണ്ടിങ് പാർട്ട് ക്ലിയർ ആണോ? Can I reply in the chat? ചാറ്റിൽ റിപ്ലൈ ചെയ്തേ.
ഇക്വിറ്റി സെറ്റിൽമെൻറ്റിൻ്റെ ആ വാല്യൂസ് ക്ലിയർ ആണോ എല്ലാവർക്കും? ആ വാല്യൂസിൻ്റെ പാർട്ട് ക്ലിയർ ആണോ? സോ ബേസിക്കലി 2 ടൈപ്പ് ട്രീറ്റ്മെൻ്റ് ആണ് വരുന്നത്, എംപ്ലോയീസിനും നോൺ എംപ്ലോയീസിനും. സോ അത് മെഷർമെൻറ്റിലാണ് ആ വ്യത്യാസം വരുന്നത്. സോ ദാറ്റ് ഈസ് ക്ലിയർ എവരി വൺ? Can you reply in the chat? Okay. So ഇതിൻ്റെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. So that will give us a better idea. So can you see this question? ഈ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ മാർഗി എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി, ഓക്കെ, they are actually providing share appreciation rights to its managers. Okay, they are providing share appreciation rights to its managers. അപ്പോൾ ഷെയർ അപ്രീസിയേഷൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് എന്ത് ടൈപ്പ് ഷെയർ ബേസ് പേയ്മെൻ്റ് ആണ്? Is it equity settled or cash settled? Can you reply in the chat? Share appreciation rights എന്ന് പറയുമ്പോൾ ഇക്വിറ്റി സെറ്റിൽഡ് ആണോ ക്യാഷ് സെറ്റിൽഡ് ആണോ? ഒന്ന് ചാറ്റിൽ റിപ്ലൈ ചെയ്തേ. ഞാൻ പറഞ്ഞു ഷെയർ അപ്രീസിയേഷൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും അത് ഇറ്റ് ഈസ് സെറ്റിൽഡ് ഇൻ ക്യാഷ്. So it is SIR. So we have to account it as cash settled share based payment. അപ്പോൾ cash settled share based payment ആണെങ്കിൽ we know that നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ എടുക്കണ്ടേ? ഡെബിറ്റ് എംപ്ലോയീസിനാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഡെബിറ്റ് എക്സ്പെൻസിലേക്ക് പോകും, ക്രെഡിറ്റ് എന്തിലോട്ട് പോകും? ദ ക്രെഡിറ്റ് വിൽ ഗോ ടു ലയബിലിറ്റി. അപ്പോൾ അതെങ്ങനെ അക്കൗണ്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ഹൗ വിൽ യു അക്കൗണ്ട് ഫോർ ദിസ് പാർട്ട്? സോ ഹിയർ അവർ ഈ ഓപ്ഷൻ ഗ്രാൻഡ് ചെയ്യുന്ന ഡേറ്റ് ഏതാണെന്ന് നോക്കിയേ. ഓപ്ഷൻ ഗ്രാൻഡ് ചെയ്യുന്നത് 1st May 2022 ആണ്. സോ ദാറ്റ് ഈസ് എ ഗ്രാൻഡ് ഡേറ്റ്. സോ ദേ ആർ ഗ്രാൻഡിങ് 500 ഷെയർ അപ്രീസിയേഷൻ റൈറ്റ്സ് ടു 300 മാനേജേഴ്സ് ആൻഡ് ഓൾ ഓഫ് ദ റൈറ്റ്സ് വെസ്റ്റഡ് ഓൺ 30 April 2024. സോ എത്ര വർഷമാണ് നമ്മുടെ ആ വെസ്റ്റ് ചെയ്യാനുള്ള പീരീഡ് നമ്മൾ കൊടുത്തേക്കുന്നത്? വാട്ട്സ് എ വെസ്റ്റിംഗ് പീരീഡ് ഹിയർ? 2 years. ദാറ്റ് ഈസ് X2 to X3, X3 to X4. അപ്പോൾ 2 years ആണ് നമ്മുടെ വെസ്റ്റിംഗ് പീരീഡ്. സോ വാട്ട് എവർ ദ എക്സ്പെൻസീസ് വി ഷുഡ് സ്പ്ലിറ്റ് ഇറ്റ് ഓവർ ദ പീരീഡ് ഓഫ് 2 years. ആൻഡ് once that exercise vesting period കഴിഞ്ഞു കഴിഞ്ഞാൽ they can be exercised from 1st May 2024 to 30 April 2026. അപ്പോൾ ഫർദർ ഇത് എക്സസൈസ് ചെയ്യാൻ ഓൾമോസ്റ്റ് എത്ര വർഷം കൊടുത്തിട്ടുണ്ട്? they have given 2 years. 2 വർഷം കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇത് എക്സസൈസ് ചെയ്താൽ മതി. ഓക്കെ, സോ വെസ്റ്റിംഗ് പീരീഡ് പോലെ തന്നെ എന്തുകൊണ്ട് ഒരു എക്സസൈസ് പീരീഡും ഉണ്ട്. സോ ഈ എക്സസൈസ് ചെയ്യുന്നിടം വരെ നമ്മൾ ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് പോകണം കേട്ടോ, ഈവൻ ആഫ്റ്റർ ദ സെറ്റിൽമെൻറ്റ് ഡേറ്റ്. So the grant date, the value of each SIR was $10, and it was estimated that 5% of the managers would leave during the vesting period. അപ്പോൾ അതാണ് നമ്മുടെ എസ്റ്റിമേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുകൂടെ കൺസിഡർ ചെയ്യണം. എന്താ, മൊത്തം മാനേജേഴ്സും എന്ത് ചെയ്യത്തില്ല? വെസ്റ്റിംഗ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യത്തില്ല. 5% ലീവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 5% ലീവ് ചെയ്യുകയാണെങ്കിൽ വി ഡോണ്ട് നീഡ് ടു റെക്കഗ്നൈസ് എക്സ്പെൻസ് ഫോർ ദിസ് 300 മാനേജേഴ്സ്. 5% കഴിഞ്ഞിട്ടുള്ള 300ൽ നിന്ന് 5% കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് എത്രയാണോ അത്രയും മാനേജ് നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് ചെയ്യാം. അപ്പോൾ ഫോർ ദ അക്കൗണ്ടിങ് ഇയർ 2023 ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ വരുമെന്ന് നോക്കാം. 2023യുടെ ഇയർ എൻഡിൽ ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ 500 ഷെയർ അപ്രീസിയേഷൻ റൈറ്റ്സ് ഉണ്ട്. എത്ര മാനേജേഴ്സാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇത് വെസ്റ്റിംഗ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യുമെന്ന്?
300 മാനേജേഴ്സും വെസ്റ്റിംഗ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യുമോ? ഇല്ല. ഔട്ട് ഓഫ് 300 വി ഓൺലി എക്സ്പെക്ട് 5% ടു ലീവ്. സോ 95% എടുക്കാം. സോ അതിനെ 95% എടുത്തിട്ട് അപ്പോൾ എത്രയാണ് എമൗണ്ട് എന്ന് നോക്ക്. നിങ്ങൾക്കൊരു ക്ലിയർ വ്യത്യാസം സെപ്പറേറ്റ് അറിയണമെങ്കിൽ നമുക്കൊന്ന് ഡിഫറെൻറ്റ് കോളത്തിൽ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്പർ ഓഫ് SIR എത്ര നോക്കുക. ദെൻ നമ്പർ ഓഫ് എംപ്ലോയീസ് that is expected to vest, then the fair value. അങ്ങനെ നമുക്ക് നോക്കാം. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ എംപ്ലോയീസ് 300-ൽ 5% ലീവ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് ടു വെസ്റ്റ് എത്ര പേരേ ഉള്ളൂ? 285 എംപ്ലോയീസ് ഇത് എക്സ്പെക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ 285 ഇൻറ്റു 500 ഷെയർ അപ്രീഷിയേഷൻ റേറ്റ് നമ്മൾ എക്സസൈസ് ചെയ്യും. ബട്ട് ഇത് ക്യാഷ് സെറ്റിൽമെൻ്റ് ആണ്. ഇക്വിറ്റി സെറ്റിൽമെൻറ്റ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മെഷർമെൻറ്റ് ചെയ്യേണ്ടത് എന്തിൻ്റെ ബേസിലാണോ പറഞ്ഞത്? ഇക്വിറ്റി സെറ്റിൽഡ് ആണെങ്കിൽ മെഷർമെൻറ്റ് നമ്മൾ ചെയ്യുന്ന എന്ത് പ്രകാരമാണ്? എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന ഷെയർ ഓപ്ഷൻ്റെ മെഷർമെൻറ്റ്. ഇക്വിറ്റി സെറ്റിൽഡ് ആണെങ്കിൽ ഫെയർ വാല്യൂ എന്നത്തെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞേ. ഫെയർ വാല്യൂ ഷുഡ് ബി ടേക്കൺ. ഫെയർ വാല്യൂ നമ്മൾ എടുക്കേണ്ടത് എന്നത്തെയാണ്? ഗ്രാൻഡ് ഡേറ്റിൻ്റെ ആയിരിക്കണം അല്ലേ? ഫെയർ വാല്യൂ ഷുഡ് ബി ടേക്കൺ ആസ് പെർ ദ ഗ്രാൻഡ് ഡേറ്റ്. അങ്ങനെയുള്ള നമ്മൾ പഠിച്ചേ അല്ലേടാ? സോ നമ്മൾ അങ്ങനെയല്ല പഠിച്ചേ. സോ ഫെയർ വാല്യൂ എടുക്കേണ്ടത് ഗ്രാൻഡ് ഡേറ്റിലെയാണെന്ന് നമ്മൾ പഠിച്ചത്. പക്ഷേ ലയബിലിറ്റി ആവുന്ന സമയത്ത് വി നോ ദാറ്റ് ഓരോ വർഷവും നമ്മൾ ഷെയറിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് നമ്മൾ റൈറ്റ്സ്, ഷെയർ അപ്രീസിയേഷൻ റൈറ്റ്സിൻ്റെ എമൗണ്ട് കൂടും. സോ നമ്മൾ കൊടുക്കേണ്ട ക്യാഷിൻ്റെ എമൗണ്ട് കൂടും. സോ ലയബിലിറ്റി ആയതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും ഈ ലയബിലിറ്റീനെ എന്ത് ചെയ്യണം? റീമെഷർ ചെയ്യേണ്ടി വരും. ഓക്കെ. സോ അൺലൈക്ക് ഇക്വിറ്റി സെറ്റിൽ ഷെയർ ബേസ് പേയ്മെൻറ്റ്, വെൻ ഇറ്റ് കംസ് ടു ക്യാഷ് സെറ്റിൽ ഷെയർ ബേസ് പേയ്മെൻറ്റ്, ദ ഫെയർ വാല്യൂ ഷുഡ് ബി ഓൾവേസ് ടേക്കൺ ആസ് പെർ ദ റിപ്പോർട്ടിംഗ് ഡേറ്റ്. റിപ്പോർട്ടിംഗ് ഡേറ്റിലെ ഫെയർ വാല്യൂ വേണം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ? ആ മെഷർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ. അപ്പോൾ ഇക്വിറ്റിയിൽ നിന്ന് ലയബിലിറ്റിയിലോട്ട് വരുമ്പോൾ ആകെ വരുന്ന വ്യത്യാസം അതാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ റിവിഷൻ കിട്ട് നോക്കിയാൽ കൂടുതലും ക്യാഷ് സെറ്റിലിൻ്റെ ബേസിൽ ക്വസ്റ്റ്യൻസ് കാണുന്നത്. കാരണം അവിടെ ആ ചേഞ്ച് ഉണ്ട്. റിപ്പോർട്ടിംഗ് ഡേറ്റിനനുസരിച്ച് എന്ത് മാറും? ഫെയർ വാല്യൂ മാറണം എന്നുള്ള കാര്യം ഓർക്കുക. ബിക്കോസ് അത് ലയബിലിറ്റി ആണ്. സോ ലയബിലിറ്റി ഷുഡ് ബി റീമെഷേർഡ് എവറി ഇയർ അറ്റ് ദി എൻഡ്. അപ്പോൾ നമ്മൾ ഓഫർ കൊടുത്ത ദിവസം ഉള്ള ഫെയർ വാല്യൂ അറ്റ് ദ ഗ്രാൻഡ് ഡേറ്റ് വിച്ച് വാസ് ഹൗ മച്ച്? $10. ബട്ട് ഇയർ എൻഡഡ് 30 April 2023 ആയപ്പോഴത്തേക്കും ഫെയർ വാല്യൂ എത്രയായി? ഫെയർ വാല്യൂ എത്രയാണ് മക്കളെ ആയത്? ഫെയർ വാല്യൂ ഹാഫ് കെയിം ഡൗൺ ടു 9. അങ്ങനെയാണെങ്കിൽ ലയബിലിറ്റീൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ചെയ്യേണ്ടത് എത്രയാണ്? ഇസ് ഇറ്റ് 9 or 10? 9 ആണോ 10 ആണോ? 10 എന്ന് പറയുന്നത് ഗ്രാൻഡ് ഡേറ്റിലെ വാല്യൂ ആയിരുന്നു. ഇയർ എൻഡഡ്, ദറ്റ് ഈസ് ഇയർ എൻഡഡ് 2023യുടെ ക്ലോസിംഗ് വാല്യൂ ഓഫ് ദി ഷെയർ ഈസ് ഓൺലി 9. അപ്പോൾ ആ 9 നമ്മൾ ഈ മെഷർമെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ നോക്കുക. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എത്ര വരുന്നത്? 500 ഇൻറ്റു 285 ഇൻറ്റു 9. സോ ദിസ് ദ ടോട്ടൽ എക്സ്പെൻസ്. ഇതാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന ടോട്ടൽ എക്സ്പെൻസ്. സോ ഈ ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ ഇയർ 1ലേക്ക് ചാർജ് ചെയ്യണോ? ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ ഇയർ 1ലേക്ക് ചാർജ് ചെയ്യോ? ഇല്ല. ആസ് വി ഡിസ്കസ്ഡ് ഏർലിയർ 2 വർഷമാണ് വെസ്റ്റിംഗ് പീരീഡ്. സോ ഔട്ട് ഓഫ് ദ ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ ഒരു വർഷത്തെ എക്സ്പെൻസ് നമ്മൾ ഫസ്റ്റ് ഇയർ ചാർജ് ചെയ്താൽ മതി. അപ്പോൾ 1/2 ചെയ്യുക ആ ടോട്ടൽ എക്സ്പെൻസിൻ്റെ. സോ ദിസ് ഈസ് ദ എമൗണ്ട് ദാറ്റ് വിൽ ഗോ ടു P&L. ഇതായിരിക്കും P&Lലേക്ക് പോകുന്നത്. ഓക്കെ ആണോ? സോ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാനാണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എക്സ്പെൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്ലിയർ ആണോ? ഡൺ. അപ്പോൾ ഇവിടെ നമ്മൾ റിപ്പോർട്ടിംഗ് ഡേറ്റ് എടുത്തത് എന്തുകൊണ്ടാണ്? ഇത് ക്യാഷ് സെറ്റിൽഡ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇത് ക്യാഷ് സെറ്റിലിന് പകരം ഇപ്പോൾ ഇക്വിറ്റി സെറ്റിൽഡ് ആണെങ്കിൽ ആകെ ഇവിടെ വരുന്ന വ്യത്യാസം എന്താണ്? ഫെയർ വാല്യൂ ആയിട്ട് റിപ്പോർട്ടിംഗ് ഡേറ്റിന് പകരം നമ്മൾ എന്തെടുത്താൽ മതി? ഗ്രാൻഡ് ഡേറ്റ് എടുത്താൽ മതി. അത് മാത്രമാണ് വ്യത്യാസം കേട്ടോ. ഇവിടെ ഈ പറയുന്ന ക്യാഷ് സെറ്റിൽഡ് ആയതുകൊണ്ടാണ് നമ്മൾ എന്തെടുത്തേ? റിപ്പോർട്ടിംഗ് ഡേറ്റ് എടുത്തേ. ഓക്കെ ആണോ? ആൻഡ് എമൗണ്ട് ദാറ്റ് ഷുഡ് ബി ചാർജ് ടു P&L ഈസ് ഒരു വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ വെസ്റ്റിംഗ് പീരീഡിൻ്റെ. അപ്പോൾ ഒരു വർഷത്തിൻ്റെ എക്സ്പെൻസ് ചാർജ് ചെയ്താൽ മതി. ഓക്കെ. ഇനി രണ്ടാമത്തെ വർഷത്തിലോട്ട് പോകുമ്പോൾ ഫോർ ദ ഇയർ എൻഡഡ് 2024 വാട്ട്സ് ദ സിറ്റുവേഷൻ നോക്കി. സോ ഓൾ ഓഫ് ദ മാനേജേഴ്സ് ഹു ആർ എക്സ്പെക്റ്റഡ് ടു ലീവ്, ഓക്കെ, ആരൊക്കെയാണോ തിരിച്ച് ലീവ് ചെയ്യുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ദേ ഡിഡ് ലീവ് ദ കമ്പനി ആസ് എക്സ്പെക്റ്റഡ് ബിഫോർ 30 April 2024.
അപ്പോൾ വെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയും ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനി ലീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദേ ഡിഡ് ലീവ് ദ കമ്പനി ആസ് വി എക്സ്പെക്റ്റഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 285 ആണ് എക്സ്പെക്ട് ചെയ്ത എംപ്ലോയീസ്, ആ 285 വരെ തന്നെ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സസൈസ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളൂ. ആൻഡ് എവരി വൺ വിൽ ഗെറ്റ് 500 ആസ് ദ ഷെയർ അപ്രീസിയേഷൻ റൈറ്റ്സ്. ബട്ട് എന്തിലൊരു ചേഞ്ച് വരും, അന്നത്തെ ദിവസം X4 എത്തുമ്പോഴത്തേക്കും, ആ ഇയർ എൻഡ് എത്തുമ്പോഴത്തേക്കും ഫെയർ വാല്യൂ കൂടി. 9ൽ നിന്ന് എത്രയായി, 9ൽ നിന്ന് ഫെയർ വാല്യൂ എത്രയായി മക്കളെ, 11ലേക്ക് റൈസ് ചെയ്തു. ഇറ്റ് ഇൻക്രീസ് ടു 11. സോ ലയബിലിറ്റി ഷുഡ് ബി റീമെഷേർഡ്. നമ്മളവിടെ ലയബിലിറ്റി എന്ത് ചെയ്യണം, റീമെഷർ ചെയ്യണം. 11 ആ ഒരു വാല്യൂവിൽ നമ്മൾ ലയബിലിറ്റി റീമെഷർ ചെയ്യാം. ഓക്കെ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ എവരി വൺ? ഇപ്പോൾ ലയബിലിറ്റി റീമെഷർ ചെയ്യേണ്ടത് മനസ്സിലാക്കുക. സോ നൗ കാൽക്കുലേറ്റ് ദ എക്സ്പെൻസ്. ടോട്ടൽ എത്ര വരും, ഇത് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇറ്റ് വിൽ ബി കമ്മിങ് ദിസ് മച്ച് എമൗണ്ട്. അപ്പോൾ ആ ടോട്ടൽ എമൗണ്ടിൻ്റെ 2/2, ദറ്റ് ഈസ് 2 ഇയേഴ്സും കംപ്ലീറ്റ് ആയി. സോ ദ ടോട്ടൽ എമൗണ്ട് ദാറ്റ് ഈസ് വി ക്യാൻ റെക്കഗ്നൈസ് ഇറ്റ്. പക്ഷെ പ്രശ്നം വരുന്നത് എന്താ, ഇതിൽ ഓൾറെഡി നമ്മൾ ഇയർ 1ൽ എന്ത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, 641, 250 റെക്കഗ്നൈസ് ചെയ്തു. അപ്പോൾ അതിൽ 641, 250 നമ്മൾ ഓൾറെഡി P&L റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം വിത്ത് റെസ്പെക്ട് ടു ദിസ് SIR. അപ്പോൾ ബാലൻസ് എമൗണ്ട് 926, 250 നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇയർ 2ൽ റെക്കഗ്നൈസ് ചെയ്താൽ മതി. മനസ്സിലായോ? സോ അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ആ ടോട്ടൽ എക്സ്പെൻസ് മൊത്തം ചെയ്യേണ്ട. ഓക്കെ, ആ മൂവ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, P&L ചാർജ് ചെയ്താൽ മതി. ഓക്കെ ആണോടാ? സോ ദിസ് എ ടോട്ടൽ SIR ദാറ്റ് വി ഹാവ് ടു ഡു. അപ്പോൾ ഇതാണ് SIRൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരുന്നത് ഡ്യൂറിങ് ദ വെസ്റ്റിംഗ് പീരീഡ്. ഇസ് ക്ലിയർ എവരി വൺ? സോ ഇതിൽ ആകെ ക്യാഷ് സെറ്റിലോട്ട് വരും, ഇക്വിറ്റി സെറ്റിലോട്ട് വരുമ്പോൾ ഡിഫറൻസ് എന്താ, ഫെയർ വാല്യൂ ആയിട്ട് റിപ്പോർട്ടിംഗ് ഡേറ്റിന് പകരം എല്ലാം നമ്മൾ എടുക്കേണ്ടത് എന്തായിരിക്കണം, വി ഹാവ് ടു ടേക്ക് ഫെയർ വാല്യൂ ആസ് പെർ ദ ഗ്രാൻഡ് ഡേറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇക്വിറ്റി സെറ്റിൽഡ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ പറയുന്ന മാർക്കറ്റ് റിലേറ്റഡ് മൂവ്മെൻറ്റ്സ് ഒന്നും കൺസിഡർ ചെയ്യത്തില്ല, മാർക്കറ്റിൽ വരുന്ന ഫെയർ വാല്യൂ മൂവ്മെൻറ്റ്സും. അപ്പോൾ മാർക്കറ്റ് റിലേറ്റഡ് വെസ്റ്റിംഗ് കണ്ടീഷൻസ് ആർ നോട്ട് കൺസിഡേർഡ് ഇൻ ഇക്വിറ്റി സെറ്റിൽഡ്. ഓക്കെ, പക്ഷേ സമയം ക്യാഷ് സെറ്റിൽഡ് ആണെങ്കിലോ നമ്മൾ കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ളതും ആസ് വെൽ ആസ് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വെസ്റ്റിംഗ് കണ്ടീഷൻസും രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യും, രണ്ടും മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. ഓക്കെ, കമ്പനി സ്പെസിഫിക് എന്ന് വെച്ചാൽ ഇയർ നമ്പർ ഓഫ് എംപ്ലോയീസ് എക്സ്പെക്റ്റഡ് ടു വെസ്റ്റ്, അത് 5% നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലോ. സോ ആ അഡ്ജസ്റ്റ്മെൻറ്റ് ഇക്വിറ്റിയിലും വരും, ബിക്കോസ് അത് കമ്പനി സ്പെസിഫിക് കണ്ടീഷനാണ്. ബട്ട് ഷെയറിൻ്റെ വാല്യുവേഷൻ ചേഞ്ച് വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് എവിടെ മാത്രമേ വരത്തുള്ളൂ, ഇക്വിറ്റിയിൽ വരത്തില്ല, ക്യാഷിൽ മാത്രമേ വരത്തുള്ളൂ. സോ ദാറ്റ് മാർക്കറ്റ് റിലേറ്റഡ് വെസ്റ്റിംഗ് കണ്ടീഷൻസ് ആർ നോട്ട് അഡ്ജസ്റ്റഡ് ഇൻ കേസ് ഓഫ് ഷെയർസ്, ബിക്കോസ് വി അസ്യൂം ദാറ്റ് ആ ഗ്രാൻഡ് ഡേറ്റിലെ ഫെയർ വാല്യൂ ഇതെല്ലാം ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണെന്നാണ് നമ്മുടെ അസംഷൻ. അഥവാ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ദ റീസൺ ഈസ് ഫോർ ഗ്രാൻഡ് റിലേറ്റഡ്, ഗ്രാൻഡ് ഡേറ്റിൻ്റെ അന്ന് ഇക്വിറ്റി സെറ്റിൽ ഷെയർ ബേസ്മെൻറ്റ് എന്താണോ ഫെയർ വാല്യൂ, ആ ഫെയർ വാല്യൂയിൽ ഈ മാർക്കറ്റ് റിലേറ്റഡ് കണ്ടീഷൻസ് എല്ലാം എന്താണ്, ഓൾറെഡി ഇൻറ്റഗ്രേറ്റഡ് ആണ് അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് ആണ് നമ്മൾ അസ്യൂം ചെയ്യും. ബിക്കോസ് വാട്ട് എവർ ഹാപ്പൻസ് ഇൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർസ് ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ വാല്യൂ ഓഫ് ഷെയർസ്. അപ്പോൾ നമ്മൾ 10 ഷെയർ കൊടുക്കുമ്പം എന്താണോ മാർക്കറ്റ് റിലേറ്റഡ് ഷെയർ പ്രൈസിന് മൂവ്മെൻറ്റ് വന്നത്, ആ 10 ഷെയറിൻ്റെ വാല്യൂയിൽ അത് റിഫ്ലക്റ്റഡ് ആയിരിക്കും, നമ്മൾ ഇനി അഡീഷണലി അഡ്ജസ്റ്റ് ചെയ്യൊന്നും വേണ്ട. പക്ഷേ ക്യാഷായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ, ഷെയറിന് പകരം ക്യാഷ് കൊടുക്കുന്ന സമയത്ത് വാട്ട് എവർ ദ മാർക്കറ്റ് വാല്യൂ ചേഞ്ച് ഈസ്, അതനുസരിച്ച് നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കാം. സോ അതനുസരിച്ച് ലയബിലിറ്റിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, റീമെഷർ ചെയ്ത് പോകും. അതാണ് കൺസെപ്റ്റ്. ക്ലിയർ ആണോ? സോ യു അണ്ടർസ്റ്റുഡ് ദ ഡിഫറൻസ്. അപ്പോൾ ഇക്വിറ്റി സെറ്റിൽഡ് ആൻഡ് ക്യാഷ് സെറ്റിൽഡിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ക്ലിയർ ആണോ? ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ മക്കളെ? സോ ദിസ് ഈസ് വൺ അതർ ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ് വി ഹാവ് ടു കവർ. അപ്പോൾ അതിൻ്റെ വേറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പ്ലസ് ഒരു പാസ് പേപ്പർ ക്വസ്റ്റ്യനും വെച്ചിട്ടാണ് നമ്മൾ നോക്കിയത്. സോ IFRS 2 ആൻഡ് IAS 19, ഇസ് ദാറ്റ് ക്ലിയർ എവരി വൺ? ഓക്കെ ആണോടാ? ഈ പാർട്ട് എല്ലാവർക്കും ക്ലിയർ ആണോ? സോ ഇത് നമ്മൾ കൺസെപ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുകയും ചെയ്തു, ആൻഡ് വി ഹാവ് ഡൺ ദ ക്വസ്റ്റ്യൻസ് ആസ് വെൽ. Is it clear, guys? Okay,
ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം നമ്മൾ കവർ ചെയ്തു വിത്തിൻ 3 days. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡേ വിൽ ബി ഡീലിംഗ് വിത്ത് ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനൽ ഡേ വിൽ ബി ഡിസ്കസിങ് ഓൺ അനാലിസിസ് ആൻഡ് കറണ്ട് ഇഷ്യൂസ്. സോ ഇതായിരുന്നു നമ്മുടെ പ്ലാൻ. സോ ടിൽ ഡേറ്റ് നമ്മൾ ആ സ്റ്റാൻഡേർഡ്സ് ഞാൻ റിവേഴ്സ് ചെയ്തു. കാരണം സ്റ്റാൻഡേർഡ്സ് റിവേഴ്സ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കൺസെപ്ഷൻ നോളജ്. കാരണം അറ്റ് ദ എൻഡ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ എന്തായാലും ഡിഫറൻ്റ് ആയിരിക്കും. ഇറ്റ് വിൽ ബി എ ന്യൂ ഫ്രഷ് ക്വസ്റ്റ്യൻ. സോ നിങ്ങളുടെ നോളജ് പാർട്ട് സ്ട്രോങ് ആണെങ്കിൽ അത് വെച്ച് നമുക്ക് അതിൻ്റെ മാർക്ക് കിട്ടും, ഈസി മാർക്സ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും നോളജും കൂടി ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന സെക്ഷനിൽ. കേട്ടോ? ഓക്കെ മക്കളെ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.